ചർച്ചയിൽ എന്നോടൊപ്പം ശ്രീ എ റഹീം, CPM, S സുരേഷ്, BJP, KK ബാബുരാജ്, സാമൂഹ്യ നിരീക്ഷകൻ M ലിജു, കോൺഗ്രസ് എന്നിവർ. ആദ്യം ശ്രീ S സുരേഷ്. 10 സംസ്ഥാനങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടും ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലടക്കം ടെലിഫോണും ഇൻ്റർനെറ്റും നിരോധിച്ചിട്ടും ഒരു നാടാകെ സമരരംഗത്തേക്ക് വരുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത്. ഇത് ഇന്ത്യയുടെ പ്രതിരോധമായി മാറുകയാണ്. എനിക്ക് തോന്നുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായ ആളുകൾക്കും ആ ബോധ്യം വരുന്നുണ്ട് എന്ന്. അമിത്ഷാ ഈ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ അടിയന്തരമായി യോഗം വിളിച്ചു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ജനരോഷത്തിന് മുമ്പിൽ ആത്യന്തികമായി മുട്ടുമടക്കേണ്ടി വരില്ലേ? ശ്രീ അഭിലാഷ്, അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ രാജ്യത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ കത്തിക്കുന്നു, ബസ്സുകൾ കത്തിക്കുന്നു, കോളേജുകളും അതോടൊപ്പം തന്നെ ഈ സർവകലാശാലകളും തച്ചുടയ്ക്കുന്നു, ഗവർണർ രാജ്ഭവനുകൾക്ക് നേരെ കല്ലെറിയുന്നു. അങ്ങനെ ഒരു അരാജകത്വ സമാനമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ ചില തൽപര കക്ഷികൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഈ തൽപര കക്ഷികൾ ഇതിൽ ഭൂരിപക്ഷം ആൾക്കാരും മനഃപൂർവ്വം രാജ്യത്തിനെതിരെ കലാപം അഴിച്ചുവിടാൻ വേണ്ടിയുള്ള താല്പര്യത്തോടു കൂടി വന്നവരാണ്. അപൂർവം ചില ബുദ്ധിജീവികളും അതോടൊപ്പം തന്നെ കോളേജ് വിദ്യാർത്ഥിനികളും വസ്തുത എന്താണ് എന്നറിയാത്തതിൻ്റെ ഫലമായിട്ട് തെരുവോരങ്ങളിൽ അകപ്പെട്ടു പോയവരാണ്. അവരോട് ഞങ്ങൾക്ക് സഹതാപമുണ്ട്. ബാക്കി വരുന്ന ഭൂരിപക്ഷം വരുന്ന ആൾക്കാർ ഈ രാജ്യത്തിലെ 137 കോടി വരുന്ന ഒരുവനെപ്പോലും ബാധിക്കാത്ത ഒരു വിഷയത്തിൻ്റെ പേരിൽ ഈ രാജ്യത്ത് കലാപം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ആരാണ് ശ്രീ സുരേഷ് ഈ സാഹചര്യം ഉണ്ടാക്കിയത്? ഇങ്ങനെ ഒരു സിവിൽ വാർ ലൈക്ക് സിറ്റുവേഷൻ ഈ രാജ്യത്ത് ഉണ്ടാക്കിയതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി ഭരണകൂടമല്ലേ? പിന്നെ ഈ രാജ്യത്തിനെതിരായി നിൽക്കുന്നു എന്ന് പറയുന്നത് ആരാണ്? ഈ നാട്ടിലെ ഏറ്റവും പ്രശസ്തനായ, അന്താരാഷ്ട്ര രംഗത്ത് പോലും പ്രശസ്തനായ രാമചന്ദ്ര ഗുഹയാണോ ഈ രാജ്യത്തെ തകർക്കാൻ നിൽക്കുന്നത്? യോഗേന്ദ്ര യാദവാണോ? സീതാറാം യെച്ചൂരിയാണോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി D രാജയാണോ? അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണോ? ഇതൊക്കെ ഇനി ചെലവാകുമോ? ഈ രാജ്യമാകെയാണ് ഇപ്പോൾ സമരരംഗത്തേക്ക് വരുന്നത്. ശ്രീ അഭിലാഷ്, സിറ്റിസൺസ് അമെൻമെൻറ്റ് ആക്ട് ഈ രാജ്യത്ത് കൊണ്ടുവന്നത് ഒരു സുപ്രഭാതത്തിൽ BJP കൊണ്ടുവന്നതല്ല. ഞങ്ങൾ കാലങ്ങളായിട്ട് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 1947 സെപ്റ്റംബർ 24 ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ പ്രസംഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ഇവിടുത്തെ പാകിസ്ഥാനിലെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് ഈ രാജ്യത്ത് അഭയം നൽകണമെന്ന്. അത് 1950 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആവശ്യപ്പെട്ട കാര്യമാണ്. 1947 നവംബർ 22 കൂടിയ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ട കാര്യമാണ്. ഇത് തന്നെയാണ് 2003 മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പാർലമെന്റിൽ പറഞ്ഞത്. ഒരു മതവിഭാഗത്തെ ഡിസ്ക്രിമിനേറ്ററി ആയി മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഗാന്ധിജി ആവശ്യപ്പെട്ടിട്ടില്ല, കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടില്ല, മൻമോഹൻ സിംഗ് ആവശ്യപ്പെട്ടിട്ടില്ല, CPM ആവശ്യപ്പെട്ടിട്ടില്ല. ഇത് കഴിഞ്ഞ കുറേ ദിവസമായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. ശ്രീ സുരേഷ്, ഒരേ കാര്യം പറഞ്ഞ് എനിക്കും ബോറടിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ ആ പോയിന്റ് വിടുന്നു. ശ്രീ എ റഹീം, രാജ്യവ്യാപകമായി നടക്കുന്ന ഈ സമരം ഇന്ത്യയെ സംബന്ധിക്കുന്ന ഒരു മുല്ലപ്പൂ വിപ്ലവമായി, ഈ ഭരണകൂടത്തിൻ്റെ ദുഷ്ചെയ്തികളെ ചോദ്യം ചെയ്യുന്ന ഒന്നായി വികസിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഇത് കേവല പ്രതിഷേധങ്ങൾ എന്നുള്ളതിനപ്പുറത്തൊരു മഹാപ്രക്ഷോഭത്തിൻ്റെ സാധ്യത കൈവരിക്കാനിടയുണ്ടോ? ജനുവരി മാസം 8 ഈ രാജ്യത്തെ തൊഴിലാളികൾ പണിമുടക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഇതിന് വേറൊരു സ്വഭാവത്തിലേക്കാണ് ഈ സമരം കടന്നു പോകാൻ പോകുന്നത്. യാതൊരു സംശയവും വേണ്ട. ഇവരിപ്പോൾ സപ്രസ് ചെയ്ത് വെക്കാൻ പോകുന്നത് രാജ്യത്തിൻ്റെ മാന്യമാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് നമ്മുടെ ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിലേക്ക് എത്തിച്ചേരുമ്പോൾ ഈ രാജ്യത്തിൻ്റെ സാമ്പത്തികാവസ്ഥ എത്തിച്ചേരാൻ പോകുന്ന ഒരു അധപതനമുണ്ട്. ആ കൂട്ടത്തിലാണ് ഈ സിവിൽ വാർ കടന്നു വരുന്നു. ഈ സിവിൽ വാറിന് തത്തുല്യമായൊരു പ്രതീതി രാജ്യത്തുണ്ടാക്കുന്നു. രാജ്യത്തെ ട്രാവൽ ബാൻ പല രാജ്യങ്ങളും പറയുന്നു. സ്വാഭാവികമായും ഇവിടേക്ക് വരേണ്ട നിക്ഷേപങ്ങൾ, ഇവിടേക്ക് വരേണ്ട ടൂറിസ്റ്റുകൾ, ഇവിടെ നമ്മുടെ വിപണിയെ സജീവമാക്കേണ്ട ഈ ചെറിയ സാഹചര്യങ്ങളെ പോലും ഇല്ലാതാക്കുകയാണ്. അപ്പോൾ വരാൻ പോകുന്ന ഈ അസമത്വം ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഇവർ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതുപോലെ മുമ്പെല്ലാം ഈ വീടിന് തീയിടുക എന്നൊരു സംഭവമുണ്ട്. വീടിന് തീയിടും. പണ്ടൊക്കെ ചില കള്ളന്മാർ വീടിന് തീയിട്ടിട്ട് നാടിൻ്റെ ശ്രദ്ധയാകെ ആ വീട്ടിലേക്ക് തിരിക്കും. എന്നിട്ട് ആളുകളെല്ലാം തീയണയ്ക്കാൻ പോകുമ്പോൾ കക്കാനിറങ്ങുന്ന കള്ളന്മാരുണ്ട്. ഏതാണ്ട് അതുപോലെ നാട് കൊള്ളയടിക്കാനിറങ്ങുന്ന കൊള്ളക്കാർ, അംബാനിയും അദാനിയും എല്ലാം ഇതിൻ്റെ തക്കം പാത്ത് ഈ രാജ്യത്തിൻ്റെ പൊതുവിപണിയെല്ലാം കൊള്ളയടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്.
ആ കൊള്ളക്കാർക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് നരേന്ദ്രമോദിയും ഈ പറയുന്ന അമിത്ഷായും ചെയ്യുന്നത്. ഇതാണ് ഇവർ ചെയ്യുന്ന യഥാർത്ഥ ടാക്ടിക്സ്. രാജ്യത്ത് ഇവർ രക്തമൊഴുക്കുന്നത് ഈ രാജ്യത്തെ കൊള്ളയടിക്കാൻ വേണ്ടിയാണ്. ഇത് തിരിച്ചറിയാൻ ഈ രാജ്യത്തിന് ശേഷിയുണ്ട്. കാരണം ഈ രാജ്യത്തുള്ളവരെല്ലാം ശാഖയിൽ പോകുന്ന RSSകാരല്ല, ചാണകം തിന്നുന്ന RSSകാരുമല്ല. അത് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഈ രാജ്യത്തെ നോക്കൂ, ഈ തിരിച്ചറിവ് വരുന്ന വിദ്യാർത്ഥികളാണ് കലാലയങ്ങളിൽ നിന്ന് ചരിത്രമറിയുന്ന, എക്കണോമിക്സ് അറിയുന്ന, ഈ രാജ്യത്ത് സംഭവിക്കുന്ന റിയാലിറ്റി അറിയുന്ന വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുന്നു. ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച ചരിത്രകാരൻ പ്രിയപ്പെട്ട ശ്രീ രാമചന്ദ്ര ഗുഹ, അരുന്ധതി റോയ്, അങ്ങനെ വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള ആളുകൾ, ആക്ടിവിസ്റ്റുകൾ, സിനിമ ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ ഒക്കെ രാജ്യത്താകെ തെരുവിലിറങ്ങുന്നു. NDAയുടെ ഘടകകക്ഷികൾക്ക് പോലും നിലപാട് മാറ്റി പറയേണ്ടി വരുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 2, രാജ്യത്ത് ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നാണ്. ഉണ്ടായ എല്ലാ സംഭവങ്ങളുടെയും, ഉണ്ടാകാൻ പോകുന്ന സംഭവങ്ങളുടെയും ഒന്നാം പ്രതി അത് നരേന്ദ്രമോദി ആയിരിക്കും, അമിത്ഷാ രണ്ടാം പ്രതി എന്ന കാര്യത്തിൽ. അതാണ് താങ്കളുടെ നിരീക്ഷണം. ഞാൻ വരാം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക്. തുടരൂ ശ്രീ എ റഹീം. ശ്രീ M ലിജു, ഇത് പൗരസമൂഹം സ്വമേധയാ തുടങ്ങിയ ഒരു സമരമാണ്. യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഇറങ്ങി വന്ന് നടത്തുന്ന സമരമാണ്. അക്കാദമിക്കുകൾ ലൈബ്രറികളിലോ സെമിനാർ ഹാളുകളിലോ ഇരിക്കുന്നതിന് പകരം തെരുവിലിറങ്ങാൻ തീരുമാനിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന സമരമാണ്. എൻ്റെ അച്ഛൻ വിചാരിക്കുന്നത് ഞാൻ ചരിത്രം പഠിക്കുകയാണ് എന്നാണ്, പക്ഷേ ഞാൻ ചരിത്രം സൃഷ്ടിക്കുകയാണ് എന്ന് ബാനറിലെഴുതി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ നമ്മുടെ മുൻപിലൂടെ നടന്നു പോവുകയാണ്. ഒരുപക്ഷെ മുഖ്യധാര രാഷ്ട്രീയ ബാനറുകൾ ഇല്ലാതെ ഇന്ത്യയിലെ പൗരസമൂഹം നടത്തുന്ന ഈ സമരത്തിൻ്റെ പ്രത്യാഘാതം എന്താണ്? നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു നാടാകെ സമരരംഗത്തേക്ക് കടന്നു വരുന്നതാണ്. ഇത് ഇന്ത്യയുടെ പ്രതിരോധമാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ വളരെ സജീവമായി എല്ലാ സ്ഥലങ്ങളിലും സമരരംഗത്താണ്. ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഗേറ്റിൽ സമരം നടന്നു. ഇന്ന് വിവിധ സ്ഥലങ്ങളിൽ ഉജ്ജ്വലമായ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് ഇന്ത്യൻ സമൂഹം തന്നെ സമരരംഗത്തേക്ക് കടന്നു വരികയാണ്. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഈ സമരരംഗത്തേക്ക് കടന്നു വന്ന പലരും മുൻകാലങ്ങളിൽ നരേന്ദ്രമോദിയുടെ നയങ്ങളെ പ്രതീക്ഷയോടെ കണ്ടവരാണ്. ഞാനിന്ന് ശ്രീ ചേതൻ ഭഗത്തിൻ്റെ ഒരു ട്വീറ്റ് കണ്ടു. ചേതൻ ഭഗത്ത് നരേന്ദ്രമോദിയെ ഇന്ത്യൻ യുവത്വത്തിൻ്റെ പ്രതീക്ഷയായി വിശേഷിപ്പിച്ച ആളാണ്. ചേതൻ ഭഗത്ത് പറയുന്നത്, എന്താണ് നിങ്ങൾ ഇന്ത്യയെക്കുറിച്ച് വിചാരിക്കുന്നത്? ഒരു രാജാവും കുറേ പ്രജകളും എന്നാണ്. എന്തുകൊണ്ടാണ് അവരെല്ലാം രംഗത്ത് വരുന്നത്? അവർ എല്ലാം രംഗത്ത് വരുന്നതിൻ്റെ കാരണം ഇന്ത്യയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഇത് എന്നുള്ളത് കൊണ്ടാണ്. നേരത്തെ ശ്രീ റഹീം പറഞ്ഞതുപോലെ ഇന്ത്യ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. 45 വർഷക്കാലത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ, 13 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ള BPCLനെ 10-60,000 കോടി രൂപയ്ക്ക് വിൽക്കുന്നു. GDP താഴേക്ക് പോകുന്നു. അതിനിടയിൽ ഇത്തരം വിഭജന നയങ്ങൾ, ഇതിൻ്റെ ഫലമെന്താണ്? ഇന്ത്യ കത്തിയെരിയുന്നു. നോർത്ത് ഈസ്റ്റ്, ബംഗാൾ, ഉത്തർപ്രദേശ് എല്ലാ സംസ്ഥാനങ്ങളിലും കലാപവും പ്രശ്നങ്ങളും. ഇവിടെ ഈ രാജ്യത്തേക്ക് വികസനം കടന്നു വരുമോ? വിദേശ നിക്ഷേപം വരുമോ? ഈ രാജ്യത്തേക്ക് സ്വതന്ത്ര മനസ്സോടെ വിദേശ രാജ്യങ്ങളിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ വ്യവസായികൾ പോലുമോ കടന്നു വരുമോ? അപ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യ ഒരു മതസ്പർദ്ധയുടെ നാടായി മാറിക്കൊണ്ടിരിക്കുന്നു, കലാപത്തിൻ്റെ നാടായി മാറിക്കൊണ്ടിരിക്കുന്നു, രാഷ്ട്രീയ അസ്ഥിരതയുടെ ഒരു ഭൂപ്രദേശമായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും മുൻകാലങ്ങളിൽ നരേന്ദ്രമോദിയെ പ്രതീക്ഷയോട് കണ്ട, പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രത്യയശാസ്ത്ര ഡോക്മയില്ലാതെ തന്നെ നരേന്ദ്രമോദിയെ പ്രതീക്ഷയോടെ കണ്ടിരുന്ന ആളുകൾ പോലും അവരവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായതുകൊണ്ട് രംഗത്തിറങ്ങുന്നതാണ് രാജ്യം കാണുന്നത്. അപ്പോൾ അതാണ് പ്രശ്നം. രാഷ്ട്രീയത്തിനപ്പുറത്ത് നാടിന് വേണ്ടി ഒരു സമൂഹം, ഇന്ത്യൻ ജനത ജാതിക്കും മതത്തിനും അപ്പുറത്ത് രംഗത്തിറങ്ങുന്നതാണ് കാണുന്നത്. ഇനിയും വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ വ്യാപിക്കുന്നതല്ലാതെ ഇതിൻ്റെ ഒരു വ്യാപ്തി കുറയും എന്ന് കരുതേണ്ട. കാരണം ഇന്ത്യയുടെ നിലനിൽപ്പാണ്. രാമചന്ദ്ര ഗുഹ, അതായത് ഒരു പ്രതീകമാണ്. അഭിലാഷ്, യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഗുഹ ഇന്ന് കടന്നു വന്നത് മഹാത്മാഗാന്ധിയുടെ ചിത്രവുമായിട്ടാണ്. മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം എഴുതിയ ശ്രീ രാമചന്ദ്ര ഗുഹ ആ ഗാന്ധി ചിത്രം കാണിച്ചതിനാണ് അദ്ദേഹത്തിൻ്റെ മൂക്കിനിടിക്കാനായി പോലീസുകാർ നിൽക്കുകയാണ്. കർണാടകത്തിലെ RSSൻ്റെ പോലീസ്. ഇത് ഇന്ത്യയുടെ നേർക്കാഴ്ചയാണ്. തീർച്ചയായും ഞാൻ അതിനോട് യോജിക്കുന്നു. ആ മുഷ്ടി ചുരുട്ടി വരുന്നത് ഇന്ത്യയുടെ തന്നെ മുഖത്തിന് നേർക്കാണ്. വന്ധ്യവയോധികനായ രാമചന്ദ്ര ഗുഹ ഈ രാത്രിയിൽ ഒരു പ്രതീകമായി മാറുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശ്രീ KK ബാബുരാജ്, ഒരു ആഭ്യന്തര സംഘർഷത്തിലേക്ക് തന്നെ രാജ്യം വഴുതി വീഴുകയാണ്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ പോലീസ് വെടിവയ്പിൽ 2 പേർ മരിച്ചിരിക്കുന്നു. മംഗലാപുരത്ത്, കേരളവുമായി അതിർത്തി പങ്കിടുന്ന മംഗലാപുരത്ത്. ബീഹാറിൽ വളരെ ശക്തമായ പ്രതിഷേധം നടക്കുന്നു. ഉത്തർപ്രദേശിൽ ലക്നൌവിൽ ഒരു മരണം തന്നെ പോലീസ് വെടിവയ്പിൽ ഉണ്ടായിരിക്കുന്നു.
ഒപ്പം വിദ്യാർത്ഥികളും പൊതുസമൂഹവും ഉള്ള പ്രതിഷേധം വേറെ. ഈ നിലയ്ക്ക് ഒരു പ്രത്യേക കാലാവസ്ഥയിലേക്ക്, പ്രത്യേക സാമൂഹ്യ അന്തരീക്ഷത്തിലേക്ക് രാജ്യം നയിക്കപ്പെടുന്നതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും താങ്കളുടെ വീക്ഷണത്തിൽ? ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇങ്ങനെ ഒരു പ്രക്ഷോഭണം നടക്കുന്നത്. കാരണം 2-3 കാരണങ്ങളുണ്ട്. ആദ്യമായിട്ട് നരേന്ദ്രമോദി രണ്ടാമത്തെ അധികാരത്തിൽ വന്നതിന് ശേഷം UPA നിയമത്തിൽ കൂടുതൽ കർശന വ്യവസ്ഥകൾ ഉണ്ടാക്കിയ സമയത്ത് തന്നെ ഈ മുസ്ലിം സംഘടനകൾ വളരെ ശക്തമായ ആശങ്ക രൂപപ്പെടുകയും അവർ വിപുലമായ സമരങ്ങളും വിപുലമായ സമ്മേളനങ്ങളും നടത്തിയിരുന്നു. പലപ്പോഴും നമ്മൾ വിദ്യാർത്ഥി സമരത്തെയും സിവിൽ സമുദായത്തിൻ്റെ സമരങ്ങളെയും കാണുന്നതിന് മുമ്പ് നമ്മൾ കാണേണ്ട കാര്യം 10,000-കണക്കിന് സ്ത്രീകളും അതേപോലുള്ള കുട്ടികളും ഒക്കെ അടക്കുന്ന മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഒക്കെ വമ്പിച്ച സമരങ്ങൾ നടത്തിയിരുന്നു. അല്ലെങ്കിൽ വമ്പിച്ച സമ്മേളനങ്ങളും പൊതുയോഗങ്ങളും നടത്തിക്കൊണ്ട് അവരുടെ രാഷ്ട്രീയമായ വിയോജിപ്പ്, കാരണം അവർ പുറന്തള്ളപ്പെടുകയാണെന്നുള്ള ഒരു പ്രശ്നം ഉന്നയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സിവിൽ സമുദായത്തിലേക്കും വിദ്യാർത്ഥികളിലേക്കും ഈ പ്രതിഷേധ ജ്വാല പടരുകയാണ് ചെയ്തത്. രണ്ടാമത്തെ കാര്യം, നഗ്നമായ ഒരു ഭരണഘടനാ ലംഘനം നടത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ടാണ്. ഇപ്പം അടിയന്തരാവസ്ഥ കാലത്ത് ഒരു ഭരണഘടനാ ലംഘനത്തിൻ്റെ ഒരു പാഠം നമ്മൾ അനുഭവിച്ചെങ്കിൽ, ഇവരൊരു ഫാസിസ്റ്റ് കക്ഷിയായതുകൊണ്ട്, BJP ഒരു ഫാസിസ്റ്റ് കക്ഷി ആയതുകൊണ്ട് അവർ വല്ലാത്ത അപകടത്തിലേക്ക് രാജ്യത്തെയും ജനങ്ങളെയും എത്തിച്ചേരുമോ എന്നുള്ള വിദ്യാർത്ഥി സമൂഹത്തിൻ്റെയും സിവിൽ സമൂഹത്തിൻ്റെയും ആശങ്കയുമൂടെയാണ് ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും സങ്കീർണമായൊരു പ്രക്ഷോഭണത്തിലേക്ക് നമ്മളെ കടത്തി വന്നിരിക്കുന്നത്. ഇവിടെ പ്രതിപക്ഷ കക്ഷികളുടെ സമരം ശക്തമായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അത് അടുത്ത കാലത്ത് രൂപപ്പെട്ടാണ്. അതിനു മുമ്പ് തന്നെ ന്യൂനപക്ഷങ്ങളിൽ നിന്നുള്ള ശക്തമായ സമരം തുടർന്ന് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെത്താൻ പോകുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇത് സെൻസിബിളായ ഒരു ഗവൺമെൻറ് ആണെങ്കിൽ ഇപ്പോൾ തന്നെ അവർ ആ നിയമം പിൻവലിക്കേണ്ടതാണ്. പക്ഷേ സാധാരണ ഫാസിസ്റ്റുകൾക്ക് സെൻസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഇഫക്റ്റ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ഒരു കാര്യം സത്യമാണ്, പ്രക്ഷോഭണങ്ങൾ നിർത്തിക്കൂടാ എന്നുള്ളതാണ്. കാരണം ഫാസിസ്റ്റുകൾ അധികാരത്തിൽ നിലനിൽക്കുന്നവരെ വോട്ടിങ്ങിലൂടെ അവരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. അവരുടെ അട്ടിമറികളെ നമുക്ക് പരാജയപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് തന്നെ പ്രക്ഷോഭണങ്ങളുടെ മുമ്പിൽ ഇവർക്ക് തിരിയേണ്ടി വരും എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും. ശരി, ഞാൻ മടങ്ങിയെത്താം. ശ്രീ S. സുരേഷ്, നോക്കൂ, നമ്മൾ തർക്കങ്ങൾ മാറ്റിവെച്ചാലും ഈ സാമൂഹ്യ യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടേ? ഒരുപക്ഷെ വിഭജന കാലത്തോ അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാന നാളുകളിലോ ഒക്കെ ഉണ്ടായിട്ടുള്ളതുപോലത്തെ ഒരു കാലുഷ്യം, അവിശ്വാസം, ഭയം, അരക്ഷിതാവസ്ഥ, ഇതൊക്കെ രാജ്യത്ത് രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിന് നിങ്ങൾ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രതിപക്ഷ കക്ഷികളെയോ അക്കാഡമിക് ബുദ്ധിജീവികളെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഭയത്തിൻ്റെ, ഭീതിയുടെ, അവിശ്വാസത്തിൻ്റെ, അരക്ഷിതാവസ്ഥയുടെ അന്തരീക്ഷം ഈ രാജ്യത്തുണ്ടായിരിക്കുന്നു എന്നുള്ളത് വസ്തുതാപരമായ യാഥാർത്ഥ്യമാണ്. ഭരണകൂടമാണ് അതിനെ അഭിസംബോധന ചെയ്യേണ്ടത്. ഭരണകൂടമാണ് സുരക്ഷിതത്വ ബോധം പൗരന്മാർക്ക് നൽകേണ്ടത്. ഇതില്ലെങ്കിൽ അതിസങ്കീർണമായ വിഷയങ്ങളിലേക്ക് പോകും. നിങ്ങൾ ടുക്ഡേ ഗ്യാങ് എന്നൊക്കെ ചില ആളുകളെ ആക്ഷേപിക്കുന്നുണ്ടല്ലോ. ഫലത്തിൽ നിങ്ങൾ തന്നെ ബ്രേക്കിംഗ് ഇന്ത്യ ഫോഴ്സായി മാറുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കും. അതുകൊണ്ട് ഏറ്റവും ആദ്യം സമാശ്വാസ നടപടി എന്നുള്ള നിലയിൽ ഈ നിയമത്തിൽ നിന്നും ഇതിൻ്റെ തുടർ നടപടികളിൽ നിന്നും പിന്മാറുകയാണെന്ന് പ്രഖ്യാപിക്കേണ്ട ആഭ്യന്തരമന്ത്രി. ശ്രീ അഭിലാഷ്, ആഭ്യന്തര വകുപ്പ് മന്ത്രി നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളുമായിട്ടുള്ള ചർച്ചയ്ക്ക് തീയതി ഉൾപ്പെടെ നിശ്ചയിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചു കഴിഞ്ഞു. അത്തരത്തിൽ ഇവിടുത്തെ നിഷ്കളങ്കതയോടുകൂടി, പ്രത്യേകിച്ച് നിക്ഷിപ്ത താല്പര്യങ്ങളൊന്നുമില്ലാതെ ഈ പ്രക്ഷോഭത്തിൽ അകപ്പെട്ടു പോയിട്ടുള്ള ആൾക്കാരോട് സത്യം പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനുള്ള പരിശ്രമം ഈ ഗവൺമെൻറ് നടത്തുന്നുണ്ട്. താങ്കളുടെ അവതരണത്തിൽ പറഞ്ഞു, മുഖ്യധാര രാഷ്ട്രീയ ബാനറില്ലാത്ത ഒരു പ്രക്ഷോഭമാണ് ഇവിടെ നടക്കുന്നതെന്ന്. അതാണ് അഭിലാഷ് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. താങ്കൾക്കറിയാമല്ലോ, കുറച്ച് നാളുകൾക്ക് മുമ്പോടെ ഒരു വാട്സാപ്പ് ഹർത്താൽ നടന്നു. മെനിഞ്ഞാന്ന് ഇവിടെ മറ്റൊരു ഹർത്താൽ നടന്നു. ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഹർത്താൽ നടത്തിയത് മുഖ്യധാര ബാനർ ഇല്ലാതെയാണ്. അത് തന്നെയാണ് ഇന്ന് ഈ രാജ്യത്ത് പല സർവകലാശാലകളിലും പല നഗരങ്ങളിലും നടക്കുന്നത്. ഇത്തരത്തിൽ മുഖ്യധാര ബാനറില്ലാത്ത, അതോടൊപ്പം തന്നെ മുഖ്യധാരയിൽ വരാൻ തയ്യാറില്ലാത്ത അർബൻ നക്സലീറ്റുകളും, താങ്കളുടെ വാക്ക് തന്നെ കടമെടുത്ത് പറഞ്ഞാൽ ടുക്കഡേ ഗ്യാങ്ങും, അതോടൊപ്പം തന്നെ IS സ്പോൺസേഡ് ഭീകരവാദികളും, അങ്ങനെയുള്ള ആൾക്കാരാണ് ഇതിന് പിന്നിൽ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് ഒന്ന്, ശ്രീ S. സുരേഷ്, എന്തിനാണ് മുഖ്യധാര കക്ഷികളുടെ ബാനർ? പൗരബോധം മതി.
പൗരബോധം മാത്രം മൂലധനമാക്കി ഭരണഘടനാ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച് തെരുവിലിറങ്ങുന്ന ആളുകളെയാണ് കാണുന്നത്. അവരെ നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്യാൻ കഴിയില്ല, ഇന്ന ആളുകളാണ് എന്ന് പറയാൻ കഴിയില്ല. അത് സമൂഹത്തിലെ എല്ലാ ചിന്താഗതിക്കാരുമുണ്ട്. ജനാധിപത്യം എന്ന പൊതുവാശയത്തിൽ വിശ്വസിക്കുന്ന, വ്യത്യസ്ത രാഷ്ട്രീയ ധാരകളിൽ വിശ്വസിക്കുന്ന നിരവധി ആളുകളുണ്ട്, യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നത്, എളുപ്പമല്ല ഇതിനെ ഭരണകൂടം വിചാരിച്ചാൽ നിയന്ത്രിക്കാൻ. പിന്നോട്ട് പോകേണ്ടി വരും. ശ്രീ എസ് സുരേഷ്, ശ്രീ അഭിലാഷ്, എൻ്റെയും നിങ്ങളുടെയും ഇവിടെ ഇരിക്കുന്ന റഹീമിൻ്റെയും ലിജുവിൻ്റെയും ബാബുരാജിൻ്റെയും യുക്തിയോട് ഞാൻ ചോദിക്കുന്നു, ഈ രാജ്യത്തിലുള്ള ഒരു പൗരനെ പോലും ബാധിക്കാത്ത അഫ്ഗാനിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും നുഴഞ്ഞുകയറ്റക്കാരെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയത്തിൻ്റെ പേരിൽ ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു അക്രമവും കലാപവും നടത്തുന്നവരുടെ ലക്ഷ്യം ശ്രീ ഈ സുരേഷ്, രാജ്യത്തിന്റെ ഉന്നതിയല്ല. ഇത് ഇന്നലെയും വിശദീകരിച്ചതുകൊണ്ടാണ് ഞാൻ താങ്കൾ ആദ്യം ആ വാദം ഉന്നയിച്ചപ്പോൾ തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്. നോക്കൂ, ഇത് CAA മാത്രം അല്ലല്ല, സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് മാത്രമല്ലല്ലോ, അതിന്റെ സീക്വലായി, അതിന്റെ അടുത്ത ഘട്ടമായി നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ ആണ് വരുന്നത്. നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ എന്നുള്ളത് ഈ രാജ്യത്തിന് മുഴുവൻ ബാധകമായ പൗരത്വം എന്നുള്ളത് ഉറപ്പിക്കേണ്ട ബാധ്യത മനുഷ്യന് വന്നു ചേരുന്ന ഘട്ടമാണ്. അത് രാജ്യത്താകെയുള്ള പൗരന്മാർക്ക് ബാധകമായിട്ടുള്ള കാര്യമാണ്. NRC ഇല്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, NRC ഉണ്ടെന്നാണ് പാർലമെന്റിൽ തന്നെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇനി മനസ്സിലാകില്ല എന്ന് നടിക്കുന്ന ആളുകളോട് മാത്രമേ അക്കാര്യത്തിൽ തർക്കിക്കാൻ കഴിയൂ. ശ്രീ അഭിലാഷ്, താങ്കൾ ഈ ചർച്ച CAA കുറിച്ചാണെങ്കിൽ CAAയുടെ വസ്തുതകൾ പറയുന്ന സമയത്ത് അത് അരോചകമായിട്ട് തോന്നുന്നു എന്ന് ദയവേത് പറയാതിരിക്കുക. കാരണം ഇതിന്റെ വസ്തുതകൾ ജനങ്ങളെ അറിയിച്ചാൽ, അല്ല, ഞാൻ അതിന്റെ വസ്തുതകളെ കുറിച്ച് തന്നെയാണ് ശ്രീ സുരേഷ് പറയുന്നത്. CAA എന്നുള്ളത് ഒരൊറ്റ നിയമനിർമ്മാണമല്ലല്ലോ, ഇതൊരു ഒരു ടോട്ടൽ പ്രൊജക്റ്റാണ്. ആ ടോട്ടൽ പ്രൊജക്റ്റിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് CAA. അതിനുശേഷമുള്ളത് NRC എന്നുള്ളതാണ്. അത് രാജ്യത്തിലുള്ള എല്ലാ പൗരന്മാർക്കും ബാധകമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഈ വിഷയം ഒരു വലിയ അരക്ഷിതത്വ ബോധത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്നത്. ഇത് ആർക്കെങ്കിലും മനസ്സിലാകാത്ത കാര്യമാണ്. ഇത് മനസ്സിലാകാത്ത ആളുകളുണ്ടെങ്കിൽ ഒരൊറ്റ നിമിഷം മാത്രം. ഇന്ന് നേരത്തെ ശ്രീ ലിജു സൂചിപ്പിച്ച ചേതൻ ഭഗത് അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ ജനങ്ങൾക്ക് മനസ്സിലാകാനായി ഒരു സാഹചര്യം വിശദീകരിച്ചു. ഒരു വിമാനത്തിൽ ലൈഫ് ജാക്കറ്റ് വിതരണം ചെയ്യുന്നത് പോലെയാണ് ഈ CAA. ലൈഫ് ജാക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ കുറച്ച് ആളുകൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഡിസ്ക്രിമിനേറ്ററി എന്ന് പറയുന്നത്. ലൈഫ് ജാക്കറ്റ് വിതരണം ചെയ്തു, കുറച്ച് ആളുകൾക്ക് ലൈഫ് ജാക്കറ്റ് വിതരണം ചെയ്തു, കുറച്ച് ആൾക്ക് കൊടുത്തില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ശരി, കുഴപ്പമില്ല. അതിനുശേഷം അതിൻ്റെ അടുത്ത പടിയിൽ എന്താ? നിങ്ങൾ വിമാനത്തിൽ നിന്ന് അവരെ തള്ളിയിടുകയാണ്. അങ്ങനെ തള്ളിയിടുമ്പോൾ ലൈഫ് ജാക്കറ്റ് ഉള്ള ആളുകൾ മാത്രമേ സുരക്ഷിതമായി താഴെ എത്തൂ. സമാനമായ സാഹചര്യമാണ്. ഇനി അടുത്ത പടിയിൽ NRC വരുമ്പോൾ ഉണ്ടാകുന്ന വിഷയത്തെക്കുറിച്ചാണല്ലോ നമ്മൾ ആശങ്കപ്പെടുന്നത്. ഇതിലെന്ത് തിരക്കഥ? ഇത് തിരക്കഥയാണെങ്കിൽ അത് അമിത്ഷായുടെ തിരക്കഥയാണ്. ഇത് ഈ രാജ്യത്ത് കലാപം സൃഷ്ടിക്കുന്നവരുടെ മനോവിചാരങ്ങൾക്കും വികാരങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള ഒരു അപകടകരമായ തിരക്കഥയുടെ തനിയാവർത്തനമാണ് ശ്രീ അഭിലാഷിനെ പോലെയുള്ള പത്രക്കാർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ താങ്കൾ തെറ്റിദ്ധരിപ്പിക്കരുത്. NRC എന്ന് പറയുന്നത് 1951 ജവഹർലാൽ നെഹ്റു ഉണ്ടാക്കിയതാണ് NRC. അത് 1985 ആസാം അക്കോർഡ് അതുണ്ടാക്കിയത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ്. ഈ സമയം മുതൽ നിൽക്കുന്നതാണ് NRC. അതുമായി നരേന്ദ്രമോദി സർക്കാരിനോ അമിത്ഷായ്ക്കോ യാതൊരു ബന്ധവുമില്ല. ഇത് താങ്കൾ മനസ്സിലാക്കണം. അനാവശ്യമായി അല്ലല്ല, ഈ അസം അക്കോർഡിന്റെ സാഹചര്യം അത് രാജീവ് ഗാന്ധി ഒപ്പിടാനുണ്ടായ ഖണ്ഡിച്ചോളൂ. ഇതൊക്കെ എത്രമാത്രം ഖണ്ഡിക്കണം നോക്കൂ. ഇതൊക്കെ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ശ്രീ സുരേഷ്. നമുക്ക് ഇത് കമ്പോട് കമ്പ് ചർച്ച ചെയ്യാം. എനിക്ക് യാതൊരു വിരോധമില്ല. ചർച്ച ചെയ്യാം. ചർച്ച ചെയ്യാം. ശരി, എല്ലാ ആളുകൾക്കും അവരുടെ അവസരം കിട്ടട്ടെ. നമുക്ക് ചർച്ച ചെയ്യാം. ശ്രീ ലിജു, പൊതുവെ എല്ലാത്തിൻ്റെയും എന്ത് മോശം സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദിത്വം ആത്യന്തികമായി ജവഹർലാൽ നെഹ്റുവിനാണ് കഴിഞ്ഞ 5 വർഷമായി വന്നു ചേരാറ്. ഇതിൻ്റെ ഉത്തരവാദിത്വവും ജവഹർലാൽ നെഹ്റുവിന് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും ഞാൻ ശ്രീ സുരേഷിൻ്റെ വാക്കിൽ ശ്രദ്ധിക്കുകയായിരുന്നു. ഞാൻ എന്തായാലും അദ്ദേഹത്തിൻ്റെ അറിവിലേക്ക് NRCയെ കുറിച്ച് പറയാം. നമ്മുടെ രാജ്യത്ത് ശ്രീ സുരേഷ് അങ്ങേക്ക് തന്നെ അറിയാം, NRC നടപ്പിലാക്കിയത് ആദ്യമേ 1951 അതിൻ്റെ ഓണർഷിപ്പ് ഒന്നും ആരും തള്ളിക്കളയുന്നില്ല. കാരണം വിഭജനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അപ്പുറത്ത് പാകിസ്ഥാൻ രൂപീകരിക്കപ്പെട്ടപ്പോൾ അവിടെ നിന്നുൾപ്പെടെയുള്ള ജനങ്ങൾ ഇങ്ങോട്ട് വന്ന സാഹചര്യത്തിൽ ഇവിടെ ഒരു ദേശീയ പൗരത്വ രജിസ്റ്റർ ആവശ്യമായിരുന്നു.
ഇന്ത്യയുടെ സിറ്റിസൺസ് നിയമം 1955 ദേശീയ സിറ്റിസൺസ് പൗരത്വ നിയമത്തിലും ഇത് സംബന്ധിച്ച പരാമർശങ്ങളുണ്ട്. മേ ആണല്ലാതെ മേ എന്ന് പറയുന്ന പരാമർശമാണ് ഉദ്ദേശിക്കുന്നത്, വേണമെങ്കിൽ എന്ന തരത്തിലാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. 1951 ശേഷം ഇപ്പോൾ ദേശീയ പൗരത്വ രജിസ്റ്റർ വന്നതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ എല്ലാവർക്കും അറിയാം. 1985 ആസാം അക്കൗണ്ട് രാജീവ് ഗാന്ധി ഒപ്പിട്ടു. അത് ആവശ്യമായിരുന്നു. കാരണം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലും ആസാമിൽ നടന്നില്ല. ഇത് പ്രശ്നം കാരണം, സംഘർഷം കാരണം നടന്നില്ല. രാജീവ് ഗാന്ധി വന്ന് നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ആസാം അക്കോർഡ് ഉണ്ടായത്. പിന്നീട് അതിൻ്റെ സമാധാനം സ്ഥാപിക്കപ്പെട്ടത്. ജനാധിപത്യ വ്യവസ്ഥ ആസാമിൽ പുനഃസ്ഥാപിക്കപ്പെട്ടതിൻ്റെ സാഹചര്യം അതാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് സർബാനന്ദ സോനോവാൾ. അദ്ദേഹം ഉൾപ്പെടെ സുപ്രീം കോടതിയിൽ കൊടുത്തൊരു കേസിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് പൗരത്വ രജിസ്റ്റർ വന്നു. പക്ഷേ പൗരത്വ രജിസ്റ്റർ വരാൻ വേണ്ടി നിങ്ങൾ നടത്തിയ പ്രചരണം എന്തായിരുന്നു അറിയാമോ? ആസാമിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വിധി നിർണ്ണയിച്ച പ്രചരണം എന്ന് പറഞ്ഞാൽ 40 ലക്ഷം ബംഗ്ലാദേശികൾ, അത് ബംഗ്ലാദേശികൾ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശി മുസ്ലിങ്ങൾ ആസാമിലെ പൗരത്വ പട്ടികയിൽ, അതായത് ആസാമിലെ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയിട്ടുണ്ടെന്നായിരുന്നു നിങ്ങളുടെ പ്രചരണം. വലിയ വർഗീയ സംഘർഷമുണ്ടായി. അപ്പോൾ സുപ്രീം കോടതി ഉൾപ്പെടെ ഇടപെട്ടിട്ട് അവിടെ NRC വന്ന് അവിടെ പൗരത്വം പരിശോധിക്കാൻ തീരുമാനിച്ചു. 3.5 കോടി മനുഷ്യർ അവരുടെ രേഖകളുമായി NRCക്ക് മുമ്പാകെ നിൽക്കേണ്ടി വന്നു. 19 ലക്ഷം ആളുകൾ പുറത്തുപോയി. ഈ 19 ലക്ഷം ആളുകൾ പുറത്തു പോയതിൽ ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദിൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ, കാർഗിൽ യുദ്ധത്തിൻ്റെ ഇന്ത്യൻ സേനാനിയായ ആളുകൾ ഉൾപ്പെടെ പുറത്തുപോയി. ലിസ്റ്റ് വന്നപ്പോൾ 19 ലക്ഷം. 11 ലക്ഷവും പക്ഷേ നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി, നിങ്ങളുടെ പ്രചരണത്തിന് വിരുദ്ധമായി ഹിന്ദു ക്രിസ്ത്യൻ സമുദായങ്ങളിൽപ്പെട്ടവരൊക്കെ ആയിപ്പോയി. 8 ലക്ഷം മുസ്ലിങ്ങളെ ഉള്ളൂ. അപ്പം നിങ്ങളിത് കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം ഈ ആളുകളെ, ബാക്കിയുള്ള ആളുകളെ പറഞ്ഞു വിടണം. അവരെങ്ങോട്ട് പോകും? അവരിൽ പലരും അവരവകാശപ്പെടുന്നത് ഞങ്ങൾ ഇവിടുത്തുകാരാണ്. 1951 ഞങ്ങളുടെ പിതാമഹന്മാർ ഈ രേഖയിലുണ്ടായിരുന്നു. അവരുമായി ബന്ധം തെളിയിക്കാൻ ഞങ്ങൾക്കിന്ന് സാധിക്കുന്നില്ല എന്നതുകൊണ്ട് ഞങ്ങൾ പുറത്തുപോയി. ഈ മനുഷ്യർക്ക് വേണ്ടി തടങ്കൽ പാളയങ്ങൾ ഒരുങ്ങുകയാണ് ആസാമിൽ. ലോകത്തിനും ഇന്ത്യയുടെ പ്രതിച്ഛായ എന്താ? ഇതെല്ലാം ജവഹർലാൽ നെഹ്റുവിൻ്റെ കുഴപ്പമാണോ? നിങ്ങൾ ഈ പൗരത്വ ഭേദഗതി കൊണ്ടുവന്ന് ഈ രാജ്യമെന്ന് കത്തിരിക്കുന്നതിൻ്റെ പ്രശ്നവും ജവഹർലാൽ നെഹ്റുവിൻ്റെതാണോ? ഈ ആസാമിൽ പരാജയപ്പെട്ട ഒരു NRC പരീക്ഷണം രാജ്യം മുഴുവൻ ആവർത്തിക്കുമെന്ന് അമിത്ഷാ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അഭിലാഷേ, ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്താണെന്ന് അറിയാമോ? ഇവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് RSSന്റെ പൗരത്വ അജണ്ടയാണ്. 1923 സവർക്കർ കൊണ്ടുവരികയും പിന്നീട് ഗോൾവർക്കർ ഏറ്റെടുക്കുകയും ചെയ്ത പൗരത്വ അജണ്ട ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പ്രത്യയശാസ്ത്ര പദ്ധതിയാണെന്ന് വിമർശിക്കാം. ശരി, നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ശ്രീ A. റഹീം, ഇന്ന് ഈ ഇതിന്റെ മെറിറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട എന്ന് വിചാരിച്ചതാണ്, സമരത്തെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചാണ്. വേറൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ 2-3 ആഴ്ചയായി ഇത് തന്നെ ചർച്ച ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ എല്ലാ ദിവസവും ആവർത്തിക്കും CPMന്റെ 2012 പാർട്ടി കോൺഗ്രസിൽ ഉന്നയിച്ച പ്രമേയം, അതുപോലെ തന്നെ പ്രകാശ് കാരാട്ട് പ്രധാനമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ അങ്ങനെ ആർക്കോ അയച്ച കത്ത്, ഇതിലൊക്കെ ഞങ്ങൾ ഈ വിദേശ രാജ്യങ്ങളിലുള്ള 3 അയൽ രാജ്യങ്ങളിലുള്ള ചില പാവപ്പെട്ട ആളുകൾക്ക്, അഭയാർത്ഥികൾക്ക്, അവിടെ മതപരമായ പീഡനം നേരിട്ട ആളുകൾക്ക് പൗരത്വം കൊടുത്താൽ എന്താണ് എന്ന നിഷ്കളങ്കമായ ചോദ്യത്തിലാണ് അതിൻ്റെ എല്ലാ നറേറ്റീവിൻ്റെ ഉള്ളം ഇരിക്കുന്നത്. വേണമെങ്കിൽ ഒരിക്കൽ കൂടി താങ്കൾക്ക് അത് വിശദീകരിക്കാം. അല്ല, അത് തീർച്ചയായിട്ടും പറയണം. അതായത് ഈ നമ്മുടെ മുമ്പിലുള്ളത് ഇപ്പോൾ നരേന്ദ്രമോദി പകർത്താൻ ശ്രമിക്കുന്നത് ഹിറ്റ്ലറിനെയാണല്ലോ. ഹിറ്റ്ലറുടെ പ്രചരണ വിഭാഗം മേധാവിയായിരുന്ന ഗീബൽസിനോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് 60 ലക്ഷം മനുഷ്യരെ കൊന്നുതള്ളുമ്പോഴും നിങ്ങൾക്ക് ജനങ്ങളുടെ പൊതുസമ്മതി ആർജിച്ചെടുക്കാനായത്? എങ്ങനെയാണ് പൊതുസമൂഹത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ വഴിക്ക് മിസ്ലീഡ് ചെയ്യാൻ കഴിഞ്ഞത്? അതിന് ഗീബൽസ് പറയുന്ന മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, നുണകൾ പറയുക, നുണകൾ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയ കള്ളങ്ങൾ പറയാതിരിക്കുക, പെരും നുണകൾ മാത്രം പറയുക. ചെറിയ കള്ളങ്ങളെക്കാൾ ആളുകൾ പെട്ടെന്ന് വിശ്വസിക്കുക, കൂടുതൽ വിശ്വസിക്കുക പെരും നുണകളാണ്. അതുകൊണ്ട് ഹിറ്റ്ലറുടെ ആരാധകരായ നരേന്ദ്രമോദിയും അമിത്ഷായും RSSും നുണകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർ ലക്ഷണമൊത്ത നുണയന്മാരാണ്, അവർ ഹിറ്റ്ലറുടെ അനുയായികളുമാണ്. അവിടെ വരുന്ന പ്രശ്നം, ഞങ്ങൾ ലോകത്തെവിടെയുമുള്ള ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ കീഴിൽ പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കും പീഡിതർക്കുമൊപ്പം നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് ലോകത്തെവിടെയുമുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിലെ മൈനോറിറ്റീസ്, അവിടുത്തെ ഹിന്ദു വിഭാഗമാകട്ടെ, പാകിസ്ഥാനിലെ മൈനോറിറ്റീസായ അവിടുത്തെ ഹിന്ദു വിഭാഗമാകട്ടെ, അഹമ്മദിയ മുസ്ലിംസ് ആകട്ടെ, ഇപ്പുറത്ത് റോഹിംഗ്യൻ അഭയാർത്ഥികളാകട്ടെ, ഇവിടെ തമിഴ്നാട്ടിലെ ശ്രീലങ്കയിലെ തമിഴ് വംശജരാകട്ടെ, മുഴുവൻ പേർക്കുമൊപ്പം ഞങ്ങൾ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇവർക്കെല്ലാം വേണ്ടി പ്രസംഗങ്ങളും പ്രമേയങ്ങളും ഉണ്ടായിട്ടുണ്ട്. റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ പ്രശ്നം ഇന്ത്യയിൽ ഏറ്റവും സജീവമായി ഉയർത്തിക്കൊണ്ടുവന്നത് ഡോക്ടർ എ. സമ്പത്ത് MP ആയിരിക്കുമ്പോൾ അദ്ദേഹമാണ് പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗങ്ങൾ.
അദ്ദേഹം അന്ന് നടത്തിയ പ്രസംഗങ്ങൾ ഇപ്പോഴും പാർലമെൻ്ററി രേഖയിലുണ്ട്. തീരുന്നില്ല. എത്ര നിവേദനങ്ങൾ കൊടുത്തു. ഞങ്ങളുടെ പ്രമേയമാണ് ഇവരുടെ നിയമനിർമ്മാണത്തിന് അടിസ്ഥാനമെങ്കിൽ ഞങ്ങൾ നാളെ തന്നെ ഇന്ത്യയിൽ ഒരു പ്രമേയം പാസാക്കാം, അമിത്ഷാ രാജിവെച്ച് പോകണമെന്ന്. ഞങ്ങളുടെ പ്രമേയമാണ് നിങ്ങൾ വേദവാക്യമായി എടുക്കുന്നതെങ്കിൽ ഞങ്ങൾ പ്രമേയം പാസാക്കാം, നിങ്ങൾ രാജിവെച്ച് പോകും. ഞങ്ങൾ പ്രമേയം പാസാക്കാം, ഈ ബില്ല് നിങ്ങൾ പിൻവലിക്കുക. ഞങ്ങൾ പറഞ്ഞിട്ടാണെന്ന് നിങ്ങൾ പറയുകയാണ്. എത്ര ബാലിശമാണ് ഈ ചോദ്യം. രണ്ട് വേറൊരു കാര്യം, ഈ രാജ്യത്ത് ഒറ്റ കാര്യം ഇഷ്യൂവിലേക്ക് വരണം. ആ ഇഷ്യൂ പട്ടിണിയും ദാരിദ്ര്യവും വിലക്കയറ്റവുമാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നൊരു ചോദ്യം, ഈ രാജ്യത്തെ ജനവിഭാഗങ്ങളെ ബാധിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഈ ജനവിഭാഗത്തെ അടിച്ചമർത്താൻ പോകുന്നുവെന്ന്, നിങ്ങൾക്കതിനുള്ള ഹുങ്കുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ അങ്ങയോട് ചോദിക്കുന്നു, ഈ രാജ്യത്തെ ജനങ്ങൾ, തൊഴിലാളികൾ, തൊഴിൽ നഷ്ടപ്പെട്ടവർ, സാമ്പത്തിക രംഗത്തെ ഈ പ്രശ്നം ഞങ്ങൾ ആവർത്തിച്ച് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾക്ക് വ്യത്യസ്ത കാഴ്ചപ്പാടുകളാകാം, ഭരണപക്ഷത്തിന് അതിൽ വ്യത്യസ്തമായ നിലപാടുണ്ടോ? നമുക്ക് അതിലൊക്കെ വരാം. എനിക്കൊരു വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ കെ ബാബുരാജ്, ഈ വർഷം ഏപ്രിൽ 22-ാം തീയതി അമിത്ഷാ ഇതിൻ്റെ റോൾ ഔട്ട് പ്ലാൻ വിശദീകരിക്കുന്ന ഒരു രംഗമുണ്ട്. അദ്ദേഹം പറയുന്നത് ആദ്യം സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് വരും, CAA ശേഷം ആണ് രാജ്യവ്യാപകമായി NRC നടപ്പാക്കുക. CAA കൊണ്ടുവന്നതിന് ശേഷമേ NRC കൊണ്ടുവരികയുള്ളൂ. 2024 ആകുമ്പോഴേക്ക് ഒരൊറ്റ നുഴഞ്ഞുകയറ്റക്കാരൻ പോലും ഇല്ലാതെ രാജ്യത്തെ ശുദ്ധീകരിക്കും. ടെർമൈറ്റ്സ് എന്നാണ് അദ്ദേഹം മുമ്പൊരിക്കൽ നുഴഞ്ഞുകയറ്റക്കാർ എന്ന വിഭാഗത്തിൽ, അല്ലെങ്കിൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന വിഭാഗത്തിൽ പെടുത്താൻ കഴിയുന്ന ആളുകളെ വിശേഷിപ്പിച്ചത്. അത് എങ്ങനെയെന്ന് വിശദീകരിക്കപ്പെട്ടു. ഇപ്പോൾ ഞങ്ങൾ ഈ നാട്ടിലെ പൗരന്മാർക്കൊന്നും ഒരു കുഴപ്പമുണ്ടാക്കില്ല, ഇവിടുത്തെ പൗരന്മാരെ ഒരു തരത്തിലും ബാധിക്കുന്ന വിഷയമല്ല, ഒരു കാരണവശാലും ആരും പേടിക്കേണ്ട തുടങ്ങിയ വാചകമേളകളാണ് പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി തുടങ്ങി ടെലിവിഷൻ ചർച്ചകളിൽ വരുന്ന നേതാക്കളടക്കം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നിങ്ങളൊന്നും പേടിക്കേണ്ട എന്ന് പറയുന്നതിനെ എങ്ങനെ ശ്രദ്ധിക്കണം? ശരിക്കും നമ്മൾ ഈ BJPയുടെ ഭരണത്തെ ഇന്ത്യയിൽ കാണേണ്ടതെന്ന് പറഞ്ഞാൽ വേറൊരു വിധത്തിൽ, അതായത് പണ്ട് മുതലേ ഇന്ത്യയിലൊരു മുസ്ലിം ഹിന്ദു വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട്, ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങളോട് ശത്രുത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ RSSൻ്റെ ഇപ്പോഴത്തെ BJPയുടെ ഭരണം അതല്ല, അത് വേറൊരു വിധത്തിൽ ഒരു രാഷ്ട്രീയ സ്ഥാപനം എന്ന നിലയിൽ മുസ്ലിം വിരുദ്ധത അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം ഹിന്ദു എന്ന് പറയുന്നൊരു സഹോദര ബന്ധത്തിൽ അടിസ്ഥാനമായൊരു ജാതിവ്യവസ്ഥയുള്ളതാണല്ലോ. ആ ജാതിവ്യവസ്ഥയ്ക്കകത്ത് ഹൈന്ദവ സാഹോദര്യം ഉണ്ടാക്കണമെങ്കിൽ മുസ്ലിമിനെ ഒരു അപരത്വമായിട്ട് കാണണം. അങ്ങനെ മുസ്ലിമിനെ അപരത്വവൽക്കരിക്കുകയും അതിൻ്റെ പ്രതിരൂപമായിട്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന ബാഹ്യശത്രുവിനെയും കൂടെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടാണ്. പക്ഷേ ഇത് പൂർണ്ണമായിട്ടൊരു വംശീയ സിദ്ധാന്തമാണ് അവർക്കുള്ളത്. ഈ വംശീയ സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ടെർമൈറ്റ്, റാറ്റുകൾ, അങ്ങനെ നുഴഞ്ഞക്കയറ്റക്കാർ എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ ഉണ്ടാക്കുന്നത്. ഹിറ്റ്ലർ ഉണ്ടാക്കിയ അതേ കാര്യം തന്നെയാണ്. ഇവിടെ ഇവർ ഈ നുഴഞ്ഞുകയറ്റക്കാരെ സമ്മതിപ്പിക്കുന്ന, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒക്കെ വരുന്ന ഹിന്ദു സഹോദരന്മാരെ ഇങ്ങോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു ഫാസിസ്റ്റ് പ്രൊജക്റ്റാണ്, ഹിറ്റ്ലറുടെ പ്രൊജക്റ്റ് തന്നെയാണ്. കാരണം ഹിറ്റ്ലറും ആദ്യ കാലഘട്ടത്തിൽ ഈ ബാൾക്കൻ സ്ഥലങ്ങളിലേക്കും പോളണ്ടിലേക്കുമൊക്കെ ആക്രമണം നടത്തുമ്പോഴും പുള്ളി പറഞ്ഞൊരു ന്യായീകരണം എന്ന് പറഞ്ഞാൽ അവിടെ പീഡിക്കപ്പെടുന്ന ആര്യരക്തക്കാരെയും ജർമ്മൻ വംശജരെയും ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. തിരിച്ചു വിളിക്കുക എന്ന് പറയുന്ന ഒരു വലിയ പ്രക്രിയയാണ് നടത്തിയത്. ഈ തിരിച്ചു വിളിക്കലാണ് അവർ നടത്തുക. അതായത് സവർക്കറുടെ അഖിലദേശീയ സങ്കല്പ ബോധത്തിൽ, അല്ലെ പാൻ ഇന്ത്യൻ നാഷണലിസത്തെ പറ്റിയുള്ള സങ്കല്പത്തിനകത്ത് ഹിന്ദു സഹോദരങ്ങൾ, പീഡിതരായ മുസ്ലിം രാഷ്ട്രങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന ഹിന്ദു സഹോദരങ്ങളെ തിരിച്ചു വിളിക്കാവുന്നൊരു പദ്ധതിയുണ്ട്. അല്ലാതെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ആക്ട് അനുസരിച്ചുകളോ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഭരണഘടനയുടെ പ്രൊവിഷൻ അനുസരിച്ചല്ല ഇവർ ഈ ആക്റ്റുമൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. പൂർണ്ണമായിട്ട് ഇതൊരു സംഘപരിവാർ പദ്ധതിയാണ്. ഇതൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ്, ഹിന്ദു രാഷ്ട്ര പദ്ധതിയാണ് എന്നുള്ളതാണ് ആ കാര്യത്തിലെ താങ്കളുടെ നിരീക്ഷണം. പ്രത്യയശാസ്ത്രപരമായി അതിനെ അങ്ങനെ കാണണമെന്ന്. ഇനി ശ്രീ സുരേഷ്, താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യത്തെ അഭിസംബോധന ചെയ്യാൻ, താങ്കൾ നെഹ്റു ഇതിൻ്റെ ഉത്തരവാദി എന്ന് വിശദീകരിച്ചല്ലോ ശ്രീ സുരേഷ്. നോക്കൂ, നെഹ്റുവിൻ്റെ കാലത്ത് പൗരത്വം സംബന്ധിക്കുന്ന, അതല്ലെങ്കിൽ ജനസംഖ്യ സംബന്ധിക്കുന്ന നിയമങ്ങൾ വന്നിട്ടുണ്ട്. 1948 സെൻസസ് ആക്ട് വന്നു. അതിനനുസരിച്ചാണ് നമ്മൾ ഓരോ 10 വർഷവും ഇവിടെ സെൻസസ് നടത്തുന്നത്. 1950 ഇല്ലീഗൽ ഇമിഗ്രൻസ് എക്സ്പെൽഷൻ ആക്ട് വന്നിട്ടുണ്ട്.
അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് ആ നിയമം വന്നിരിക്കുന്നത്. 1955 സിറ്റിസൺഷിപ്പ് ആക്ട് ഉണ്ടാകുന്നത്. ഇതൊക്കെ നെഹ്റുവിൻ്റെ കാലത്ത് നടന്നിട്ടുള്ള നിയമനിർമ്മാണങ്ങളാണ്. പക്ഷേ എന്താണ് നിങ്ങളുടെ നിയമനിർമ്മാണവും നെഹ്റുവിൻ്റെ കാലത്തെ നിയമനിർമ്മാണവും തമ്മിലുള്ള ഫണ്ടമെൻ്റൽ ഡിഫറൻസ്? ശ്രീ സുരേഷ്, എന്താണ് നിങ്ങളുടെ നിയമനിർമ്മാണത്തെ വിമർശിക്കുന്നത്? ഈ പഴയകാല നിയമനിർമ്മാണങ്ങളിലൊന്നും മതം എന്ന ഐഡൻറ്റിറ്റിയുടെ പേരിലുള്ള എക്സ്ക്ലൂഷൻ, പുറംതള്ളൽ ആ നിയമങ്ങൾ വിഭാവനം ചെയ്തിരുന്നില്ല. പൗരത്വം എന്നുള്ളത് നിർണ്ണയിക്കുന്ന ഘടകമായി മതം ഒരു നിയമനിർമ്മാണത്തിലും വന്നിട്ടില്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ. ഈ നിയമനിർമ്മാണത്തിൽ അതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ നിയമനിർമ്മാണത്തെ എതിർക്കുന്നത്. ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടും മനസ്സിലാകാത്തതാണോ, മനസ്സിലാകുന്നില്ല എന്ന് നടിക്കുന്നതാണോ? എത്ര ആവർത്തിച്ച് പറഞ്ഞാലും തെറ്റിനെ ശരിയാക്കാൻ പറ്റില്ല ശ്രീ അഭിലാഷ്. ഈ രാജ്യത്ത് ഞാൻ നേരത്തെ പറഞ്ഞ 47 സെപ്റ്റംബർ 24 ഗാന്ധിജിയുടെ പ്രസംഗം മുതൽ 2003 മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗം വരെ ഒരൊറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ. ബംഗ്ലാദേശിൽ അന്ന് ആദ്യ കാലഘട്ടത്തിൽ പറഞ്ഞത് പാകിസ്ഥാൻ, കിഴക്കൻ പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾ. അതിനുശേഷം ബംഗ്ലാദേശിൻ്റെ ആരംഭത്തിന് ശേഷം പറഞ്ഞത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ. ഈ രണ്ടിടത്തെയും ന്യൂനപക്ഷങ്ങളെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഈ 6 മതവിഭാഗങ്ങളാണ്. അത് ഏതൊരു മനുഷ്യനും ഏതൊരു സാമാന്യ ചരിത്ര വിദ്യാർത്ഥിക്കും മനസ്സിലാകുന്നതാണ്. അതിനപ്പുറത്ത് ധാരാളം വിഭാഗങ്ങളുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ഇവിടെ നിങ്ങളുടെ നിയമത്തിൽ അങ്ങനെയാണെങ്കിൽ റിലീജിയസ്ലി പെർസിക്യൂട്ടഡ് മൈനോറിറ്റീസ് എന്ന വാചകം മതിയായിരുന്നല്ലോ, 6 മതങ്ങളുടെ പേര് വേണ്ടായിരുന്നല്ലോ. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതാണ് ഇൻറ്റൻഷൻ എങ്കിൽ, അതായിരുന്നു നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ റിലീജിയസ്ലി പെർസിക്യൂട്ടഡ് മൈനോറിറ്റീസ് എന്ന വാക്കാണ് നിങ്ങളുടെ നിയമത്തിൽ ഇടം പിടിക്കേണ്ടിയിരുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ലക്ഷ്യം അതല്ല എന്ന് വളരെ വ്യക്തമാണല്ലോ. അല്ല സർ അഭിലാഷ്, അവിടെ മുസ്ലിം സമൂഹം മൈനോറിറ്റി അല്ല എന്നുള്ള വസ്തുത അങ്ങ് മനസ്സിലാക്ക്. മാത്രമല്ല ശ്രീ എ റഹീമിനോട് താങ്കൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് എന്ത് വിദഗ്ധമായിട്ടാണ് എ റഹീം ഒഴിഞ്ഞു മാറിപ്പോയത്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്രമേയമാണ് എൻ്റെ ഈ കയ്യിലിരിക്കുന്നത്. ഈ പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്ന നാമശൂദ്ര വിഭാഗത്തിന് പൗരത്വം കൊടുക്കണമെന്നാ. അവിടുത്തെ എല്ലാ ഹിന്ദുക്കൾക്കും കൊടുക്കണ്ട, ക്രിസ്ത്യാനികൾക്ക് കൊടുക്കണ്ട, ശൂദ്രർ അവിടുത്തെ മറ്റുള്ള ആർക്കും കൊടുക്കണ്ട, നാമശൂദ്ര വിഭാഗത്തിന് കൊടുക്കണമെന്നായിരുന്നു പ്രമേയം. ഒരു ജാതി വിഭാഗത്തിന് മാത്രം പൗരാവകാശം കൊടുത്താൽ മതി എന്ന് പറഞ്ഞ വിപ്ലവ പാർട്ടിയാണ് ഇന്നിവിടുത്തെ തീവ്രവാദികളോട് ചേർന്ന് തെരുവിൽ കലാപം ഉണ്ടാക്കുന്നത്. ഞങ്ങൾ 6 മതവിഭാഗങ്ങൾക്ക് കൊടുത്തു, നാമശൂദ്ര വിഭാഗത്തിന് മാത്രമല്ല 6 മൈനോറിറ്റി മതവിഭാഗങ്ങൾക്ക്. അവിടെയുള്ള എല്ലാ മൈനോറിറ്റി മതവിഭാഗങ്ങൾക്കും ഞങ്ങൾ മൈനോറിറ്റി എന്ന് പറയുന്നത് ഏതർത്ഥത്തിൽ നിർണ്ണയിക്കുമെന്ന പ്രശ്നമുണ്ട്. പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് അഹമ്മദിയ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അഫ്ഗാനിസ്ഥാനിൽ പ്രോസിക്യൂഷൻ നേടുന്നത് ഹൻസാര എന്ന് പറയുന്ന വിഭാഗക്കാരാണ്, ഷിയ വിഭാഗക്കാരുണ്ട്. ഇങ്ങനെ നിങ്ങൾ മൈനോറിറ്റി എന്നുള്ളതാണെങ്കിൽ അതിനെ വംശീയ ന്യൂനപക്ഷം എന്നും വായിക്കാം. പീഡിതരെ രക്ഷിക്കുക എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ ആ പീഡിതരുടെ പട്ടികയിൽ ഈ പറയുന്ന മത പേരുകളല്ല വരേണ്ടത്, അല്ലെങ്കിൽ മതങ്ങളുടെ പേരുകളല്ല വരേണ്ടത്. ഇതൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്, സ്ഫടിക വ്യക്തതയുണ്ട് ഈ കാര്യത്തിൽ. ശ്രീ എസ് സുരേഷ്, ഇത് നിങ്ങൾക്കൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ഉണ്ട്, അത് നടപ്പാക്കാൻ ഒരു നിയമം കൊണ്ടുവരുന്നു, അതിനുശേഷം NRC വരുന്നു. NRC എന്ന ഭീതി എന്ന ഡെമോക്രസിന്റെ വാള് കാണിച്ച് ന്യൂനപക്ഷങ്ങളെ ആകെ ഭയപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് ഈ രാജ്യത്തെ ജനങ്ങൾ തെരുവിലിറങ്ങി സമരം ചെയ്യുന്നത്. എൻ്റെ ഇന്നത്തെ ചോദ്യം ഈ സമരം നിങ്ങളെ പേടിപ്പിക്കുന്നില്ലേ എന്നുള്ളതാണ്. എന്തിനാണ് അമിത്ഷാ യോഗം വിളിച്ചത്? രാജ്യമാകെ ഇതിന്ന് അവസാനിക്കാൻ പോകുന്നില്ല, നാളെയും മറ്റന്നാളും ഒക്കെ തെരുവിലിറങ്ങാൻ പോവുകയാണ്. പൗരബോധമുള്ള മുഴുവൻ മനുഷ്യരും തെരുവിലാണ്. മുല്ലപ്പൂ വിപ്ലവമാണ് ഇന്ത്യയിൽ ഒരു പക്ഷെ നടക്കാൻ പോവുക. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അമിത്ഷായ്ക്ക് പിന്തിരിയേണ്ടി വരില്ലേ എന്ന്. ശ്രീ അഭിലാഷ്, ഇതൊക്കെ ഈ സ്വപ്നലോകത്ത് മാത്രം വിരാജിക്കുന്നവരുടെ ചില മനോവികാരങ്ങളാണ്. ഇതിലപ്പുറം ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞങ്ങൾ കുറ്റക്കാരാണെങ്കിൽ, ഈ ബില്ല് കൊണ്ടുവന്നതിൻ്റെ പേരിൽ ഞങ്ങൾ കുറ്റക്കാരാണെങ്കിൽ മഹാത്മാഗാന്ധി മുതൽ മൻമോഹൻ സിംഗ് വരെ കുറ്റക്കാരാണ്. മാർക്സിസ്റ്റ് പാർട്ടി അതിനേക്കാൾ വലിയ കുറ്റക്കാരാണ്. ഞങ്ങൾ അവരൊക്കെ പ്രതിനിധീകരിച്ചതിനേക്കാൾ മഹത്തായിട്ടുള്ള ഒരു ദർശനം മുമ്പിൽ വെച്ച്, ഒരു മനുഷ്യത്വം മുമ്പിൽ വെച്ചിട്ടാണ് ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നട്ടലുയർത്തി പറയാൻ BJPക്ക് സാധിക്കും. ശരി, വീണ്ടും മനുഷ്യത്വം എന്നുള്ള പരിച്ച പടച്ചട്ടയാണ് എടുത്താണിയുന്നത്. ഞാൻ വരാം. ശ്രീ എം ലിജു, നോക്കൂ, ഈ സമരത്തിന് തുടർച്ചയുണ്ടാകുമോ? ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച രാമചന്ദ്ര ഗുഹ അല്പസമയം മുമ്പ് NDTVയോട് സംസാരിച്ചപ്പോൾ കോൺഗ്രസിനെ വിമർശിച്ചിരിക്കുന്നു. ഈ നാട്ടിലെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ സജീവമായി ഈ സമരം ഏറ്റെടുക്കുന്നില്ല എന്ന വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നതിൻ്റെ കാതൽ. ഈ അക്കാഡമിക്കുകളോ വിദ്യാർത്ഥികളോ മാത്രം സമരം ചെയ്താൽ മതിയോ? അല്ല അഭിലാഷ്, നിങ്ങളിത് രാജ്യം മുഴുവൻ കാണുന്നില്ലേ?
കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇപ്പോൾ നാളെ തന്നെ എൻ്റെ ജില്ലയിൽ ആലപ്പുഴയിൽ AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ പങ്കെടുക്കുന്ന പ്രക്ഷോഭം എൻ്റെ ജില്ലയിൽ നടക്കുകയാണ്. മറ്റന്നാൾ 21-ാം തീയതി കേരളത്തിലെ 14 ജില്ലകളിലും ഈ വിഷയം മുൻനിർത്തി കോൺഗ്രസിൻ്റെ സമരം നടക്കുകയാണ്. ഇന്നിപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ കർണാടകത്തിൽ ബഹുമാനായ മല്ലികാർജ്ജുന ഖാർഗെയുടെ പുത്രൻ പ്രിയങ്ക് ഖാർഗെ, മുൻ മന്ത്രി, എന്നോടൊപ്പം യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വൻ പ്രക്ഷോഭത്തിൻ്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യവ്യാപകമായി കോൺഗ്രസ് ഈ വിഷയത്തിൽ സമരത്തിലാണ്. ഡൽഹി തെരുവുകളിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ ഇന്ത്യ ഗേറ്റിൽ കുത്തിയിരുന്ന് നടത്തുകയാണ്. ജാമിയ മിലിയയിൽ കുട്ടികൾ ആക്രമിക്കപ്പെട്ടപ്പോൾ അർദ്ധരാത്രിയിൽ അവിടെ സമരം ചെയ്യാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ ശ്രീനിവാസും KSUവിൻ്റെ ദേശീയ അധ്യക്ഷൻ NSU അധ്യക്ഷൻ നീരജ് കുന്ദൻ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായി. രാജ്യം മുഴുവൻ കോൺഗ്രസ് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പ്രക്ഷോഭത്തെ കേവലം ഒരു കോൺഗ്രസ് പ്രക്ഷോഭമാക്കി മാറ്റാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താ, ഇതൊരു ജനകീയ സമരമാണ്, ഇന്ത്യയുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. അപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് ജനങ്ങൾ സമരരംഗത്തേക്ക് കടന്നു വരേണ്ടതുണ്ട്. അതിൽ BJPക്കാരും വരണം. കാരണം ഇന്ത്യ നിലനിൽക്കണ്ടേ? ഇന്ത്യ നിലനിൽക്കാതെ ഇതിയുടെ ആഭ്യന്തര യുദ്ധത്തിൽ വിഭജനത്തിന് സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് പോയി ഒരു മതയുദ്ധത്തിലേക്ക് വരിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ അമിത്ഷാ ആഗ്രഹിക്കുമ്പോൾ അത്തരത്തിൽ വിട്ടുവിടുത്താൽ, അല്ലെങ്കിൽ അതവരുടെ ഒരു വലിയ ഗെയിം പ്ലാൻ്റെ ഭാഗമായിരിക്കാം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ തന്നെ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് കൊണ്ടുപോയി അതിൽ നിന്നും ഒരു ഹിന്ദു രാഷ്ട്രം ഉടലെടുക്കുമെന്നതിലുള്ള തീസിസൊക്കെ അവർക്ക് കാണുമായിരിക്കാം, തിയറി അവർക്ക് കാണുമായിരിക്കാം. പക്ഷേ അത് ഇന്ത്യയുടെ നാശത്തിലേ വഴിതിരിക്കൂ. അതുകൊണ്ട് തന്നെ ഇതിനൊരു രാഷ്ട്രീയ പോരാട്ടമാക്കി മാറ്റാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. ഞങ്ങളതിനോടൊപ്പമുണ്ട്, മുൻനിരയിൽ തന്നെയുണ്ട്. ശ്രീമതി പ്രിയങ്ക ഗാന്ധി പറഞ്ഞതുപോലെ സമരത്തിൻ്റെ പിന്നിലല്ല, മുന്നിൽ തന്നെയുണ്ട്. പക്ഷേ ഇതൊരു ദേശീയ പ്രക്ഷോഭമായി മാറണം, ജാതിക്കും മതത്തിനും അപ്പുറത്ത് മാറണം. ഇന്നിപ്പോൾ കണ്ടതുപോലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടികൾ നിസ്കരിക്കാൻ റോഡിൽ നിൽക്കുമ്പോൾ അവർക്ക് വല പിടിച്ചുകൊണ്ട് ചുറ്റും നിൽക്കുന്നത് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരാണ്. കാരണം എന്താ, അവർക്കറിയാം ഇത് ഇന്ത്യയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണെന്നുള്ള കാര്യം. പിന്നെ BJP നേതാവ് നേരത്തെ പറഞ്ഞു, ഇവരുടെ കുറേ ആളുകൾ 1947 മഹാത്മാഗാന്ധി ഇത്തരം അഭയാർത്ഥികൾക്ക് മുസ്ലിങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അഭയാർത്ഥികൾക്ക് അഭയം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരണം നടത്തുന്നുണ്ട്. ഞാൻ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് മഹാത്മാഗാന്ധി ഉൾപ്പെടെ അതിനകത്ത് ഞാൻ കടന്നുപോയിട്ട് ഞാൻ അത്തരം ഒരു പരാമർശം കണ്ടിട്ടില്ല. 1947 ജൂലൈ മാസം 7-ാം തീയതി മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ദിവസം നടക്കുന്ന പ്രസംഗങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള പരാമർശം നടത്തിയിട്ടുണ്ട്. കാരണം അത് ഓഗസ്റ്റ് 15-ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നുള്ളൂ, 14-ന് ആണ് പാകിസ്ഥാന് സ്വാതന്ത്ര്യം. അപ്പം അതുമായി രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിനപ്പുറത്ത് മുസ്ലിം ജനവിഭാഗങ്ങളെ ഒഴിച്ചു നിർത്തണമെന്ന തരത്തിൽ ഒരു പരാമർശവും അദ്ദേഹം നടത്തിയിട്ടില്ല. അത് മാത്രമല്ല, മഹാത്മാഗാന്ധിയുടെ നിലപാടുകൾ നമുക്കറിയാം. ഇന്ത്യയിലെ അന്നത്തെ മുസ്ലിം ജനസമൂഹത്തോട് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ വിട്ടു പോകരുതെന്നാണ്. പാകിസ്ഥാനിലുള്ള ആളുകളോട് പറഞ്ഞത് ഇങ്ങോട്ട് കടന്നു വരണം, ഇത് നിങ്ങളുടെയും കൂടി ഭൂമിയാണ്, ഹിന്ദുവിൻ്റെയും മുസൽമാൻ്റെയും പാഴ്സിയുടെയും ജൈനൻ്റെയും എല്ലാവരുടെയും ഭൂമിയാണെന്നാണ്. അതിൽ രോഷാകുലനായിട്ടാണ് നാഥുറാം വിനായക് ഗോഡ്സെ അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് വെടിയുണ്ട വായിച്ചത്. തീർച്ചയായും ആ പരാമർശങ്ങളിൽ ഇന്ത്യ എന്നതൊരു ഹിന്ദു പാകിസ്ഥാനല്ല എന്ന നിലപാടിൽ ഉള്ള രോഷമുണ്ട്. അതായത് നാഥുറാം വിനായക് ഗോഡ്സെയ്ക്ക് മഹാത്മാഗാന്ധിയോടുള്ള വ്യക്തിപരമായ എതിർപ്പിന്റെ പേരിലായിരുന്നില്ല, നിലപാടുകളുടെ പേരിൽ. കോൺഗ്രസ് അന്നെടുത്ത ഇന്ത്യ എന്ന ആശയത്തിന്റെ പേരിലാണ് അദ്ദേഹത്തിന് വെടിയുണ്ടേൽക്കേണ്ടത്. തീർച്ചയായും ഒരു സംശയവുമില്ല. എന്തിന് പാകിസ്ഥാന് കൊടുക്കാനുള്ള 55 കോടി കൊടുക്കണമെന്നാവശ്യപ്പെട്ട്, പാകിസ്ഥാന് പണം കൊടുക്കണമെന്നാവശ്യപ്പെട്ട് നിരാഹാര സമരം നടത്തിയ ആളാണ് മഹാത്മാഗാന്ധി ഇന്ത്യൻ സർക്കാരിനെതിരായി. അതും വെടിവെച്ച് കൊല്ലാനുള്ള കാരണമായി പിന്നീട് ഗോഡ്സെ കോടതിയിൽ പറയുന്നുണ്ട്. ശ്രീ റഹീം, താങ്കൾക്ക് എന്തോ പറയാനുണ്ട്? പക്ഷേ ആ പറയുന്നതിന് മുൻപ് എൻ്റെ ഒരു ചോദ്യം, ഈ സമരം എന്നുള്ളത് ഇങ്ങനെ തന്നെ നിൽക്കുമോ എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളും പൊതുസമൂഹത്തിൽ നിന്നുള്ള പ്രവർത്തകരും ഒക്കെ ഇതിനെ ഇനിയും വേറൊരു തലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ ഇടയുണ്ടോ? അതിനൊക്കെയുള്ള ഒരു പരിസരം ഇന്ത്യയെ പോലൊരു രാജ്യത്തുണ്ടോ? ഞാൻ അത് തന്നെയാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഈ ചർച്ചയുടെ 2 ഘട്ടങ്ങളിൽ, അത് കുറച്ചു കാലമായി മീഡിയ വൺ വളരെ കൃത്യമായൊരു പൊളിറ്റിക്സ് പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് സമീപകാലത്ത് പൗരസമൂഹം ഉയർത്തിക്കൊണ്ടുവന്ന സമരം, ഞാൻ അങ്ങനെ വരുന്ന എല്ലാ പ്രക്ഷോഭങ്ങളെയും അതിൻ്റെ അത്രയേറെ ആദരവോടുകൂടിയും ജനാധിപത്യപരമായും ഞാൻ അതിനെ സല്യൂട്ട് ചെയ്യുകയാണ്. പക്ഷേ നിങ്ങൾ ചരിത്രത്തെ വളച്ചൊടിക്കരുത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകൾക്കിടയിൽ ഈ രാജ്യത്ത് ക്രമേണ ഉയർന്നു വന്ന പ്രക്ഷോഭങ്ങളുണ്ട്. ഇവിടെ നേരത്തെ നിരീക്ഷകനായി പങ്കെടുക്കുന്നയാൾ പറഞ്ഞു മുസ്ലിം ഗ്രൂപ്പുകൾ ഉയർത്തിക്കൊണ്ടുവന്ന സമരം. അങ്ങനെയൊന്നും ഇതിനെ ചുരുക്കിക്കരുതേ. അതൊക്കെ സംഘപരിവാറിന് വലിയ സന്തോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. മഹാരാഷ്ട്രയിൽ നടന്ന ലോങ് മാർച്ച് എന്തുകൊണ്ട് കാണുന്നില്ല? എന്തുകൊണ്ട് കർഷകർ അങ്ങല്ല, നിരീക്ഷകന്റെ കാര്യം ഞാൻ പറഞ്ഞു. നിരീക്ഷകന്റെ കാര്യം പറഞ്ഞു. ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ അഭിലാഷ്, നിരീക്ഷകൻ പ്രതിപാദിച്ചാണ്, അങ്ങനെയല്ല കോട്ട് ചെയ്തത് ഞാൻ. അതായത് ഈ രാജ്യത്ത് കർഷകർ ഉയർത്തിക്കൊണ്ടുവന്ന സമരം, തൊഴിലാളികൾ ഉയർത്തിക്കൊണ്ടുവന്ന സമരം, ഈ രോഹിത് മുല മുതൽ ഈ നമ്മുടെ ജിഗ്നേഷ് മേവാനിയും അല്ലെങ്കിൽ അവിടെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ പലതവണ ഉയർത്തിക്കൊണ്ടുവന്ന സമരം, പ്രക്ഷോഭങ്ങൾ, അതെല്ലാം കാരണം ഇതെല്ലാം രാജ്യത്ത് ഗ്രാജ്വലി ഒരു സമരാന്തരീക്ഷം സൃഷ്ടിച്ചു.
ഈ നയങ്ങൾക്കെതിരെ അതിശക്തമായ ഒരു സമര സാഹചര്യം സൃഷ്ടിച്ചത് ഇത്തരം ഡെവലപ്മെൻറ്റുകളാണ്. തിരിഞ്ഞൊന്ന് നോക്കൂ, നിങ്ങൾ തമസ്കരിക്കുകയോ അല്ലെങ്കിൽ അർത്ഥസത്യങ്ങൾ പറയുകയോ ഒക്കെ ചെയ്ത അത്രയേറെ പ്രാധാന്യം കൊടുക്കാതിരുന്ന, തലക്കെട്ടുകളിൽ ഇടം പിടിക്കാതിരുന്ന വാർത്തകളുണ്ടാകാം. പക്ഷേ എങ്കിൽ പോലും രാജ്യത്താകെ നടന്ന സമരങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം അംഗൻവാടി ജീവനക്കാർ കർണാടകയിൽ നടത്തിയ മഹാമുന്നേറ്റമുണ്ട്. ഇങ്ങനെ ഈ രാജ്യത്താകെ ഉയർന്നു വന്ന പ്രക്ഷോഭങ്ങളുണ്ട്. ആ പ്രക്ഷോഭങ്ങൾ ഈ രാജ്യത്തൊരു സമരാന്തരീക്ഷം സൃഷ്ടിച്ചു, ആ പ്ലാറ്റ്ഫോം സൃഷ്ടിച്ചു. ആ പ്ലാറ്റ്ഫോമിന് മുകളിലാണ് ഇന്ന് കൂടുതൽ പേർ ഈ രംഗത്തേക്ക് അതിശക്തമായ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഇതൊരു ഘട്ടം കടക്കുകയാണ്. ഇവിടെ വന്നിട്ട് ഇത്തരത്തിൽ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും പറയും. RSS ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദയവ് ഇത് പ്രചരിപ്പിക്കരുത്. ഞാൻ മീഡിയ വണിൻ്റെ വേദിയിൽ ഇരുന്നു കൊണ്ട് തന്നെ പറയുന്നു, മീഡിയ വൺ അക്കാര്യത്തിൽ എടുക്കുന്ന സമീപനത്തിൽ പുനർവിചിന്തനത്തിന് മീഡിയ വണിന്റെ ഉത്തരവാദിത്തമുള്ളവർ തയ്യാറാകാൻ ഇവിടെ ശ്രീ റഹീം, വളർന്നു വരുന്ന വസന്തം നിങ്ങൾ വിശേഷിപ്പിച്ചു. ഈ ചർച്ച 9 മണിക്ക് ആരംഭിച്ച ഇപ്പോ 9:47 മണിയായി. ഇതിൽ ഏത് സമയത്താണ് ഒരു പ്രത്യേക നില അല്ലെങ്കിൽ താങ്കൾക്ക് വിയോജിപ്പുണ്ടാകുന്ന വിധത്തിലുള്ള ഒരു പ്രത്യേക നില ഈ ചർച്ചയിൽ സ്വീകരിച്ചത്? പൗരബോധമുള്ള എല്ലാ പൗരന്മാരും ഇന്ത്യ എന്ന ആശയത്തിന് വേണ്ടി സമരം ചെയ്യണമെന്നാണ് ഞാൻ ആദ്യം മുതൽ തുടക്കത്തിൽ മുതൽ ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ വല്ലാത്ത ഒരു മുൻവിധിയോടുകൂടി സമീപിക്കുക എന്നുള്ളതൊരു കുഴപ്പമാണ് ശ്രീ റഹീം. അത് താങ്കളും ഒരു വിമർശനമായി എടുക്കൂ. നമ്മളെല്ലാം ഒരു പ്രത്യേക കണ്ണടയിലൂടെ കണ്ട് മുൻവിധികളുടെ അടിസ്ഥാനത്തിൽ മാത്രം നിലപാടുകൾ രൂപീകരിക്കുന്നത് DYFIയുടെ സംസ്ഥാന സെക്രട്ടറിക്കും ഭൂഷണമല്ല. അങ്ങനെ ഒരു മുൻവിധി മാറ്റിവെക്കൂ. ഇത് പൗരസമൂഹത്തിൻ്റെ സമരമായി, സെക്യുലർ ഇന്ത്യയുടെ സമരമായി, ഇന്ത്യയുടെ ആത്മാവ് നിലനിർത്താൻ നടത്തുന്ന സമരമായി മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ ഒരു പരിപ്രേക്ഷ്യമാണ് ഈ ചർച്ചയിൽ ആകെ മുന്നോട്ട് വെച്ചിട്ടുള്ളതും. ഇനി മുൻ ചർച്ചകൾ എടുത്തോളൂ, അതിലും അതേ സങ്കല്പനം തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതല്ലാതെ ഈ ബഹുസ്വരതയെ മാനിക്കാത്ത വിധത്തിലുള്ള, അതല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള ഒരു സ്വത്വവാദ സമരമാണ് ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഇത് എന്ന നിലപാട് ഒരു ഘട്ടത്തിലും എടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു താങ്കൾക്ക് വ്യക്തമായി എന്ന്. അല്ല, താങ്കൾ ഈ പറയുന്ന നിലപാട് ഞാൻ പൂർണ്ണമായി സമ്മതിക്കുന്നു. അങ്ങനെ തന്നെയാണ് ഉണ്ടാകേണ്ടതും. അങ്ങനെ ഉണ്ടാകണമെന്ന ആഗ്രഹത്തിലാണ് ഞാൻ സംസാരിച്ചതും. 2, ഇവിടെ നിരീക്ഷകനായി സംസാരിച്ച ആളിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. പിന്നെ പ്രിയപ്പെട്ട അഭിലാഷ് 2-3 തവണ ഒരു പ്രധാനപ്പെട്ട പദം ഉപയോഗിച്ചു, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ. എവിടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കപ്പുറത്ത് അപ്രസക്തമാകുകയും പൗരസമൂഹം സ്വമേധയെ ഏറ്റെടുക്കുന്നു എന്ന് പറയരുത്. അവിടെയാണ് ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യങ്ങളിലേക്ക് നോക്കൂ. താങ്കളുടെ ആ സ്റ്റേറ്റ്മെന്റ് മാത്രം ഞാൻ എടുക്കുന്നു, ഞാൻ നിരീക്ഷകനെ വിടുന്നു. താങ്കളുടെ ആ സ്റ്റേറ്റ്മെന്റിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത്. നിങ്ങൾ എങ്ങനെയാണ് ഈ പറയുന്ന ഇന്നലെ ആരംഭിച്ച് ഇന്ന് അവസാനിക്കുന്ന സമരമായി കരുതരുത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സമരം നാളെയോ മറ്റന്നാളോ ഒരാഴ്ചയോ കഴിയുമ്പോൾ അവസാനിക്കുന്നതല്ല. ഇതൊരു മഹാപ്രക്ഷോഭമായി രാജ്യത്ത് ഒരു സമരമായി വളരേണ്ടതാണ്. ഇന്ത്യ സമരമായി മാറും. അതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിൽ സമരത്തിനിറങ്ങിയത് കർഷകരാണ്, ആ ദുരിതമനുഭവിക്കുന്ന മനുഷ്യരാണ്. അവിടെ നിന്ന് തുടങ്ങിയ സമരാന്തരീക്ഷമാണ് ഈ പറയുന്ന ഒരു സെക്യുലർ മൂവ്മെന്റായി ഉയർന്നു വരുന്നത്. താങ്കൾ പറയുന്ന ഒരു വാചകത്തെ ഞാൻ അങ്ങേയറ്റത്തെ സല്യൂട്ട് ചെയ്ത് സ്വീകരിക്കുന്നു. സെക്യുലർ ഇന്ത്യയുടെ സമരമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയേ ആകാവൂ. RSSനെ സഹായിക്കാനല്ല ഞാനിത് കൃത്യമായി, ഞാനിതിപ്പോ മുഖ്യധാര സമൂഹങ്ങൾ ഇത് അല്ലെങ്കിൽ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ അതിന്റെ മുഖ്യ വിഷയമായി ഇത് ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന സംശയം മറ്റൊരു അർത്ഥത്തിലുമല്ല. രാമചന്ദ്ര ഗുഹയെ കുറിച്ച് ഇവിടെ പരാമർശമല്ലോ. അദ്ദേഹം അല്പസമയം മുൻപ് NDTVയുടെ നിധി രാസ്ദാന് കൊടുത്ത ഒരു അഭിമുഖം, അത് ഞാൻ കണ്ടതിന് ശേഷമാണ് ഈ ചർച്ചയ്ക്ക് വരുന്നത്. അദ്ദേഹം ഇക്കാര്യത്തിൽ മുന്നോട്ട് വെക്കുന്ന ചില കാഴ്ചപ്പാടുകളുണ്ട്. അത് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മെയിൻ സ്ട്രീം പൂർണ്ണമായും ഈ വിഷയത്തെ ഏറ്റെടുത്തിട്ടുണ്ടോ എന്നാണ്. അങ്ങനെ അല്ലാത്ത ഉദാഹരണങ്ങളുണ്ട്. കേരളത്തിൽ പിണറായി വിജയനും രമേശ് ചെന്നിത്തലയും ഒരുമിച്ച് സമരം ചെയ്തു. മമതാ ബാനർജി സമരം നയിക്കുന്നുണ്ട്. ഇന്ന് സീതാറാം യെച്ചൂരി അറസ്റ്റ് വരിച്ചിട്ടുണ്ട്. D. രാജ, അങ്ങനെ നിരവധി ആളുകളുണ്ട്. ഇത് കാണാതെ അല്ലെങ്കിൽ അത് അങ്ങനെ അല്ല എന്ന് സ്ഥാപിക്കലൊന്നുമല്ല. ഇവിടെ നമുക്കൊരു വിഷയത്തിൻ്റെ എല്ലാ തലങ്ങളും പരിശോധിക്കണമല്ലോ. ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് ബാനറൊന്നും ആവശ്യമില്ലാതെ തന്നെ പൗരബോധമുള്ള ജനങ്ങൾ നമ്മുടെ നാട്ടിലെ കോളേജുകളിൽ, ഈ ചുറ്റുവട്ടത്തുള്ള കോളേജുകളിൽ തന്നെ എത്രയോ ആളുകൾ ഇറങ്ങി. അപ്പോൾ ഈ പറയുന്ന ചട്ടപ്പടി സമരങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു മൂവ്മെന്റ് അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ അക്കാര്യത്തിൽ അതിൽ അർത്ഥമാക്കേണ്ടതുള്ളൂ. അതല്ലാതെ ഇത് വേറെ എവിടെ നിന്നോ ഉണ്ടാക്കിയെടുത്തപ്പെട്ട ഒരു മൂവ്മെന്റ് ആണെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ശ്രീ റഹീം. അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ശ്രീ KK ബാബുരാജ്, താങ്കൾക്ക് ഇക്കാര്യത്തിൽ എന്തോ പറയാനുണ്ട്? അത് ശരി, ഓക്കെ. അതായത് ഈ റഹീം പറഞ്ഞൊരു കാര്യം, അതായത് ഈ ജൂതഹിംസയാണല്ലോ നമ്മൾ ഹിറ്റ്ലറുടെ മേൽ ഹിറ്റ്ലർ നടത്തിയത്. പക്ഷെ അവിടെ ഒരു കാര്യം, അക്കാലത്തെ അവിടുത്തെ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ ജർമ്മനി വളരെ ശക്തമായിരുന്നു.
പക്ഷെ അവരതിനെ ഒരു സാമ്പത്തിക പ്രശ്നമായിട്ട് പലപ്പോഴും കുത്തക മുതലാളിത്തത്തിൻ്റെ ഒരു പുകമറയായിട്ടാണ് കണ്ടത്. യഥാർത്ഥത്തിൽ ജൂത വിഭാഗങ്ങളോട് യൂറോപ്പിൽ നിലനിർത്തിയിരുന്ന അതിശക്തമായ ഒരു വംശീയത, ഒരു രാഷ്ട്രീയ സ്വഭാവത്തിലേക്ക് വന്നിരുന്നു എന്നുള്ളതാണ് ഹന്ന ആരൻഡ് പോലുള്ള ചിന്തകർ പറയുന്നത്. പക്ഷേ സോഷ്യലിസ്റ്റുകൾ അതിനെ ഒരിക്കലും ആ വംശീയത, ജൂത വിദ്വേഷം, നാസി പാർട്ടിയുടെ ജൂത വിദ്വേഷം ഒരു രാഷ്ട്രീയ സ്വഭാവം ആർജിച്ചതിനെ കണ്ടിരുന്നില്ല. അവർ പലപ്പോഴും പഴയ രീതിയിലുള്ള സാമ്പത്തിക ചർച്ചകളിൽ നിന്നിരുന്നു. ഇവിടെ നമ്മൾ കാണേണ്ടത്, ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു, നരേന്ദ്രമോദിയുടെ രണ്ടാം ഗവൺമെൻറ് വന്നതിന് ശേഷം പണ്ട് മുതലേ ഇന്ത്യയിൽ മുസ്ലിം വിരുദ്ധ കലാപങ്ങൾ, മുസ്ലിം വിരുദ്ധ കലാപങ്ങൾ, വംശഹത്യകൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇടത് സുഹൃത്തെ ഇത് പറയുന്ന ഒന്ന് കേൾക്കാൻ നിൽക്കി കേട്ടോ. ഗ്രാംഷിയുടെ കാര്യമല്ല, അന്നാഹാരൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതിനുശേഷം ഇവർ വന്നതിന് ശേഷം ഒരു വംശീയ പ്രശ്നമാണ്. അതായത് മുസ്ലിങ്ങളെ ഒറ്റതിരിക്കുക, അവരെ പുറന്തള്ളുക എന്ന് പറഞ്ഞൊരു വംശീയ പ്രശ്നം, അത് തൊഴിലാളികളുടെ പ്രശ്നമായിട്ടും വിദ്യാർത്ഥികളുടെ പ്രശ്നമായിട്ടല്ല കാണേണ്ടത്. അതുകൊണ്ടാണ് മുസ്ലിം ജനവിഭാഗങ്ങളിൽ നിന്നാണ് ശക്തമായ പ്രതിരോധങ്ങൾ ഉയർന്നു വന്നത്. ഞാൻ തന്നെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് പങ്കെടുത്ത മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും 100 കണക്കിന് യോഗങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. വമ്പിച്ച ആൾക്കാർ കൂടി. ഈ കഴിഞ്ഞ ദിവസം പോലും 4 ജമാഅത്തുകൾ പങ്കെടുത്ത തിരുവനന്തപുരത്തെ വലിയ സമ്മേളനത്തിൽ ഞാൻ പോയിട്ടുണ്ട്. ഇന്നത്തെ മലപ്പുറം സമ്മേളനത്തിന് എനിക്ക് പോകേണ്ടതായിരുന്നു. അതിനർത്ഥം എൻ്റെ ഏറ്റവും കൂടുതൽ പീഡിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളിൽ നിന്ന് തന്നെയാണ് ചെറുത്തുനിൽപ്പുകൾ ഉയർന്നു വരുന്നത്. നിങ്ങൾ ഈ മുസ്ലിങ്ങളുടെ പേര് പറയുമ്പോൾ മാത്രമാണല്ലോ ഈ പറയുന്നത്. ദലിതുകൾ ഇവിടെ 2 ബന്ദ് നടത്തിയില്ലേ, ഭാരത് ബന്ദ് നടത്തി, അവർക്കെതിരെയുള്ള ഇത് പട്ടികജാതി വർഗ നിയമത്തിൽ ഡൈല്യൂട്ട് ചെയ്തതിനിടയ്ക്ക്. അതേപോലെ തന്നെ രവിദാസിന്റെ ക്ഷേത്രം പൊളിച്ച് കളഞ്ഞതിനെതിരെ ചന്ദ്രശേഖർ ആസാദ് വലിയ പ്രക്ഷോഭണം നടത്തിയില്ലേ. ഈ മുഖ്യധാര എന്ന് പറയുന്നത് പലപ്പോഴും ഇടതും ഐഡന്റിറ്റി എന്നുള്ളതാണോ ഈ സമരത്തിന്റെ മുഖ്യ ബോധം എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു വലിയ പ്രശ്നം. ശ്രീ റഹീം പെട്ടെന്ന് ഒരു മറുപടി പറഞ്ഞു, എനിക്ക് സമയം പോയി, അതുകൊണ്ടാണ്. ഫാസിസത്തിന്റെ പടയോട്ടത്തെ ചെറുത്തു നിർത്തിയത് ആരാണ്? സോവിയറ്റ് യൂണിയനും ചെമ്പടയുമായിരുന്നില്ലേ? സുഹൃത്തെ സോവിയറ്റ് യൂണിയനും ചെമ്പടയുമായിരുന്നില്ലേ? പിന്നെ കാര്യം അതൊന്നും ആരും തള്ളി പറഞ്ഞില്ല. കേട്ടോ, ഈ ചരിത്രം കേട്ടോ, ഈ ചരിത്രമൊക്കെ എനിക്ക് നന്നായിട്ട് പറയാൻ കഴിയും, സമയമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ ഭരണപക്ഷമായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അധികാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. അധികാരത്തിന് പുറത്തുള്ള പ്രശ്നങ്ങളാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് അങ്ങ് പോകേണ്ട കാര്യമൊന്നും. അങ്ങനെയൊന്നും പറയരുത്, അങ്ങനെയൊന്നും പറയരുത്. അതായത് ഇതിനെ ഒരു മിനിറ്റ് വേറൊന്നും വേണ്ട. ഇന്ത്യയിലെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ, ഈ നിലയിലുള്ള വളർച്ചയെ കൃത്യമായി വിശകലനം ചെയ്ത് ഈ അടുത്ത കാലത്ത് മൺമറഞ്ഞു പോയൊരു മനുഷ്യനുണ്ട്, അസ്ഗർ അലി എഞ്ചിനീയർ. നിങ്ങൾ ബാക്കി മാർക്സിസ്റ്റ് സിദ്ധാന്തകരെയൊക്കെ മാറ്റിവെച്ച് അദ്ദേഹത്തെ ഒന്ന് നോക്കണം. അദ്ദേഹം പറയുന്നുണ്ട്, പുതിയ കാര്യങ്ങൾ ഇന്ത്യയിലെ RSS ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശത്രു. അതിനെ ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് തീരുമാനിക്കേണ്ടത്. ഇതൊരു മൂർത്തമായ രാഷ്ട്രീയ സന്ദർഭമാണ്, ഇന്ത്യ തെരുവിൽ നിൽക്കുന്ന സന്ദർഭമാണ്. അപ്പോൾ ഈ തരത്തിലുള്ള തർക്കങ്ങളിലേക്കാണോ പോകേണ്ടത് എന്ന് ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് തീരുമാനിക്കേണ്ടത്. ഞാൻ അക്കാര്യത്തിൽ ഒരു പൊസിഷൻ എടുക്കുന്നില്ല. എന്തായാലും ജനങ്ങൾ പ്രത്യേകിച്ച് ആഹ്വാനങ്ങളൊന്നുമില്ല എങ്കിലും ഇന്ത്യ എന്ന ആശയത്തെ സംരക്ഷിക്കണം, ഇന്ത്യ എന്ന ബഹുത്വത്തെ സംരക്ഷിക്കണം എന്ന അങ്ങേയറ്റത്തെ ആഗ്രഹമുള്ളവരാണെന്നാണ് എനിക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ എൻ്റെ സഹോദര ജനങ്ങളെ കാണുമ്പോൾ തോന്നുന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്.